അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ആത്മീയ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? ആദിമസഭയുടെ അഭിഷേകം, പരിശുദ്ധ കുർബാനയുടെ ശക്തി ഓരോ ശരീരങ്ങളിലും സ്നേഹത്തിന്റെ അഭിഷേകം ഓരോ ഹൃദയങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? കരങ്ങൾ അടിച്ചു വീണ്ടും പാടി പ്രാർത്ഥിക്കുന്നു. ഏലിയായിൽ നിറഞ്ഞവനെ, ഏലീശായിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. ശക്തിയോടെ. ഏലിയായിൽ നിറഞ്ഞവനെ, ഏലീശായിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. ഉയർത്തിയെടുത്ത് പാടാം. ശക്തിയിൻ അഭിഷേകം, അഭിഷേകം, അഗ്നിയിൻ അഭിഷേകം, ശക്തി, വിശുദ്ധിയിൻ അഭിഷേകം, സാന്നിധ്യം ദാസരിലേഖനമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ശക്തിയിൻ അഭിഷേകം, ദൈവിക ശക്തിയിലോ, അഗ്നിയിൻ അഭിഷേകം, പരിശുദ്ധാത്മാ അഭിഷേകത്തിലോ, വിശുദ്ധിയിൻ അഭിഷേകം, ദൈവ സാന്നിധ്യത്തിലോ, ദാസരിലേഖനമേ. ഈശോയെ കരങ്ങൾ അടിച്ചു പാടി പ്രാർത്ഥിക്കുക. ആത്മാവെ നിറയണമേ, ആത്മീയ ചൈതന്യം ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ആത്മാവെ ഉണരണമേ. മാമോദീസയിൽ ലഭിച്ച ദൈവിക വരപ്രസാദം, ദൈവിക ചൈതന്യം ഓരോ മക്കളിലേക്കും വ്യാപരിക്കപ്പെടുവാൻ, ഉണരുവാൻ കർത്താവിന്റെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ പൗരോഹിത്യ അധികാരത്തോട് ചേർന്നുകൊണ്ട്, സഭാപിതാവിന്റെ അധികാരത്തോട് ചേർന്നുകൊണ്ട്, കർദിനാളിന്റെ അധികാരത്തോട് ചേർന്നുകൊണ്ട്, മാർപ്പാപ്പയുടെ അധികാരത്തോട് ചേർന്നുകൊണ്ട്, പത്രോസിന് യേശു കൊടുത്ത അധികാരത്തോട് ചേർന്നുകൊണ്ട്, 12 അപ്പസ്തോലന്മാർക്ക് യേശു കൊടുത്ത അധികാരത്തോട് ചേർന്നുകൊണ്ട് യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ഈ സമൂഹത്തിന്റെ മേൽ വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും, ഈ ദേവാലയ പരിസരങ്ങളിൽ വ്യാപരിക്കുന്ന സകല ദുഷ്ടവിശ്വാസികളെയും അവയുടെ പ്രവർത്തനങ്ങളെയും, തലമുറ തലമുറയായി മക്കളെ സ്വാധീനിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളെയും, അശുദ്ധാത്മാക്കളെയും, പൈശാചിക സേനകളെയും അവയുടെ വ്യൂഹങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ പൗരോഹിത്യ അധികാരത്തോട് ചേർന്നുകൊണ്ട് യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. മർക്കോസ് 16:17 വചനത്തിന്റെ ശക്തിയാൽ, ലൂക്ക 10:19 തിരുവചനത്തിന്റെ ശക്തിയാൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഈ ആലയത്തിലോ മക്കളിൽ പ്രവർത്തിക്കുന്ന സകല ആരോപികളുടെ പ്രവർത്തനങ്ങളെ, ദുഷ്ടവിശ്വാസികളുടെ പ്രവർത്തനങ്ങളെ യേശുവിന്റെ നാമത്തിലോ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശു നാമത്തിലോ വിട്ടൊഴിഞ്ഞു പോകുക. യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. കരമടിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് ഓരോ മകനും മകളും പാടി പ്രാർത്ഥിക്കുന്നു. ദാനിയേലിൽ നിറഞ്ഞവനെ, ദാവീദിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. ശക്തിയോടെ. ദാനിയേലിൽ നിറഞ്ഞവനെ, ദാവീദിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. എല്ലാവരും ശക്തിയിൻ അഭിഷേകം, കരമുയർത്തി. അഗ്നിയിൻ അഭിഷേകം, വിശുദ്ധിയിൽ, വിശുദ്ധിയിൻ അഭിഷേകം, ദാസരിൽ, ദാസരിലേഖനമേ. ഈശോയെ. ശക്തിയിൻ അഭിഷേകം, അഭിഷേകം, അഗ്നിയിൻ അഭിഷേകം, അഭിഷേകം, വിശുദ്ധിയിൻ അഭിഷേകം, ദാസരിലേഖനമേ. ശക്തിയിൻ അഭിഷേകം, അഗ്നിയിൻ അഭിഷേകം, വിശുദ്ധിയിൻ അഭിഷേകം, ദാസരിലേഖനമേ. എല്ലാവരും ചേർന്ന് ശക്തിയിൻ അഭിഷേകം,
അഗ്നിയഭിഷേകം വിശുദ്ധിയഭിഷേകം സ്വരമുയർത്തി ദാസരിലേഖണമേ ഹല്ലേലൂയ. ശക്തിയഭിഷേകം അഗ്നിയഭിഷേകം വിശുദ്ധിയഭിഷേകം ദാസരിലേഖണമേ ഹല്ലേലൂയ 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 കരങ്ങൾ വീശിക്കൊണ്ട് പാടാം ഹല്ലേലൂയ 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 എല്ലാം ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേകത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ വചനശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ 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 ശക്തി നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഓരോ മകനിലും ഹല്ലേലൂയ 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 അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഉയർത്തി എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ സ്വയം വിളിക്കാമോ? ഹല്ലേലൂയ 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 ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഈ അഭിഷേകത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്വയം വിളിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ സ്വയം വിളിക്കുന്നു. സ്വയം വിളിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവരും വിളിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ സ്വയം വിളിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേകത്തോടെ അഭിഷേകം ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുനീരോടെ അനുതാപത്തോടെ ദിവസനെ പ്രാർത്ഥിക്കുക. ഈശോയെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്ക ഒരു നിമിഷം. തിരുഹൃദയത്തിലെ തിരുസ്നേഹത്താല ഈശോയെ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഓരോ മകനും മകളും ഈശോയോട് പ്രാർത്ഥിക്കുക. ദിവസാന്നിധ്യം, ദിവസ്നേഹം, ദൈവിക കൃപ ഓരോ മകനിലും മകളിലും വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തീഷ്ണതയോടെ ഒരു നിമിഷം കണ്ണുകളടച്ച് ഈശോയുടെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ അവിടുത്തെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ രൂപപ്പെടുത്തണമേ എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുക. ശിലാഹൃദയങ്ങളെ മാംസള ഹൃദയങ്ങളാക്കി രൂപപ്പെടുത്തുവാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന തമ്പുരാന്റെ കാരുണ്യം, വളഞ്ഞ വഴികളെ നേരെയാക്കുവിൻ, പരിപുരുത്ത ഹൃദയങ്ങള് മൃദുലമാക്കപ്പെടട്ടെ എന്ന് സ്നാപയോഹന്നാൻ വിളിച്ചു പറയുകയാണ്. വൃക്ഷത്തിന്റെ ചുവടില് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു, ഫലം തരാത്തതിനെ വെട്ടി തീയിലിടും. സ്ലീഹ പറയുക. സ്നാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞ വലിയ കാര്യമാണ്. പരിപരുത്തുവ മൃദുലമാക്കപ്പെടട്ടെ, വളഞ്ഞ വഴികളെല്ലാം നേരെ ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കുന്നുകളും മലകളും നിരത്തപ്പെടട്ടെ. പാപത്തിന്റെ കുന്നുകൾ, ചെയ്തു കൂട്ടിയ പാപത്തിന്റെ കുന്നുകൾ, തടസ്സമായി നിൽക്കുന്ന പാപത്തിന്റെ കുന്നുകൾ നിരത്തപ്പെടട്ടെ. ഹൃദയം കർത്താവിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ ഹൃദയം അവിടുത്തെ ഹൃദയം പോലെ ആക്കി തീർക്കണേ. അന്ധനായ മനുഷ്യൻ, ഒറ്റക്കണ്ണനായ വടയാളി, ദൈവത്തെ തിരിച്ചറിഞ്ഞില്ലാത്ത വ്യക്തി, യേശുവിന്റെ മരണം സ്ഥിരീകരിക്കുവാൻ കുന്തം കൊണ്ട് അവന്റെ പാർശ്വത്തില് കുത്തുകയാണ്. ആ വലിയ സ്നേഹമാണ് അവന്റെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങി സൗഖ്യമായിട്ട് കുത്തി മുറിവേൽപ്പിച്ച ആ മകനെ ആ മുറിവിലൂടെ ഈശോ സുഖപ്പെടുത്തുകയാണ്. ഒറ്റക്കണ്ണനായ പടയാളിക്ക് കാഴ്ച കൊടുത്തുകൊണ്ട് 2 നേത്രങ്ങൾ കൊണ്ടും യേശുവിനെ ദർശിക്കുവാനുള്ള
വലിയ കൃപയാണ് ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങി. ആ സ്നേഹമാണ് ആ സഹോദരൻ അനുഭവിച്ചത്. ഇന്നും തന്റെ ഹൃദയത്തിലൂടെ ആ വലിയ സ്നേഹം നമുക്ക് പകർന്നു തരികയാണ്. പരിശുദ്ധ കുർബാന യേശുവിന്റെ ശരീരവും രക്തവുമായി രൂപപ്പെടുന്ന സമയം, അത് വെളിപ്പെട്ട സ്ഥലങ്ങള്, യേശുവിന്റെ ശരീരമായിട്ട് മാറിയ തിരുവോസ്തി പരിശോധിച്ചപ്പോൾ അത് ഹൃദയഭാഗങ്ങളാണെന്ന് തിരിച്ചറിയുകയാണ്. തിരുഹൃദയത്തിലെ തിരുസ്നേഹമാണ് ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും നമ്മുടെ അധരങ്ങളിലേക്ക് കടന്നുവന്ന് ആ സ്നേഹത്താൽ നമ്മെ നിറയ്ക്കുന്ന നിമിഷം. സൗഖ്യം പകർന്നു നൽകുവാൻ അവിടുത്തെ തിരുവിലാവിലെ തിരുസ്നേഹമാണ് ഒഴുകിയിറങ്ങിയത്. കുത്തിത്തുറക്കപ്പെട്ട ആ നിമിഷങ്ങളിലാണ് ഓരോ മകനും മകളും ആ വലിയ സ്നേഹം അനുഭവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കുക. സാവൂളിനെ പൗലോസാക്കി രൂപപ്പെടുത്തിയതുപോലെ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ലോകത്തിന്റെ മോഹങ്ങളിലൂടെ കടന്നുപോയ മുക്കുവരായ മക്കളെ കർത്താവ് വിളിച്ചപ്പോൾ സകലതും ഉപേക്ഷിച്ച് കർത്താവിന്റെ സ്നേഹം അവർ സ്വന്തമാക്കിയതുപോലെ ചുങ്കസ്ഥലത്തായിരുന്ന മത്തായിയെ യേശു വിളിക്കുമ്പോൾ ധനത്തിന്റെ എല്ലാ മോഹങ്ങളെയും ധനത്തിലൂടെ ലഭിക്കുന്ന എല്ലാ ലാഭങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തില് പങ്കുചേരുവാൻ തയ്യാറായ ചുങ്കക്കാരനായ മത്തായി. നമുക്കും പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ മോഹങ്ങളെ മുഴുവൻ വെടിഞ്ഞ് കർത്താവിന്റെ സ്നേഹം, തിരുവിലാവിൽ നിന്നൊഴുകിയിറങ്ങുന്ന ദൈവസ്നേഹം അനുഭവിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഓരോ മകനും മകളും പ്രാർത്ഥിക്കുക. സാവൂളിനെ പൗലോസാക്കി മാറ്റിയതുപോലെ, പൗലോസ് യേശുവിനെ കുറിച്ച് പ്രഘോഷിച്ചതുപോലെ, സഭയെ പീഡിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച സാവൂള് പൗലോസായി രൂപപ്പെട്ടത് അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദിവ്യസ്നേഹത്താല. നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. ഈശോയെ, ആ വലിയ സ്നേഹം കൊണ്ട്, ആ വലിയ അഭിഷേകം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ ആവാസം ശിഷ്യഗണത്തിന്റെ മേൽ കടന്നു വന്നതുപോലെ അവർ തിരുവചനം പ്രഘോഷിച്ചപ്പോൾ ദൈവമക്കളുടെ മേൽ വ്യാപരിച്ചതുപോലെ ആ വചനം ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും ദൈവസാന്നിധ്യത്തിന്റെ ശക്തി വെളിപ്പെട്ടതുപോലെ, മാനസാന്തരത്തിന്റെ ദൈവിക ഫലങ്ങള് അവിടെ വെളിപ്പെട്ടതുപോലെ, കർത്താവേ, ഈ ശുശ്രൂഷയില് നിന്റെ സാന്നിധ്യത്താൽ, നിന്റെ സ്നേഹത്താൽ, നിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് കണ്ണുനീരോടെ ഞങ്ങൾ ഓരോരുത്തരും പിതാവായ ദൈവമേ അവിടുത്തെ സന്നിധിയില്, പുത്രനായ യേശുവേ അവിടുത്തെ സന്നിധിയില്, പരിശുദ്ധാത്മാവായ ദൈവമേ അവിടുത്തെ സന്നിധിയില് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ദൈവ സാന്നിധ്യത്തിന്റെ അഭിഷേകത്തിന്റെ പൂർണ്ണതയാക്കി അവിടുന്ന് രൂപപ്പെടുത്തണമേ. സ്വർഗത്തിൽ ആഗ്രഹിക്കുന്ന പോലെ ഭൂമിയില് ശുശ്രൂഷ ചെയ്യുവാൻ ഓരോ മകനെയും മകളെയും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സാന്നിധ്യത്താല് ഈ ആലയം നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളും ദിവ്യകാരുണ്യ സ്നേഹത്താല്, തിരുഹൃദയ സ്നേഹത്താല് നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആ സ്നേഹത്തിന്റെ അഭിഷേകം ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും, വലിയ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്, വലിയ ശക്തി വ്യാപരിക്കുന്നുണ്ട്. കർത്താവിന്റെ സ്നേഹം ഈ ആലയത്തില് ഓരോ മകനിലും മകളിലും വെളിപ്പെടുവാൻ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഓരോ മകനും മകളും പ്രാർത്ഥിക്കുക. ഈശോയെ, നിന്റെ സ്നേഹത്താല്, നിന്റെ അഭിഷേകത്താല്, നിന്റെ സാന്നിധ്യത്താല്, നിന്റെ ശക്തിയാല് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന്. കാൽവരി സ്നേഹം, ജീവൻ കൊടുത്ത ആ വലിയ സ്നേഹമാണ് പരിശുദ്ധ കുർബാനയിലൂടെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അവിടുത്തെ ജീവൻ നമുക്ക് വേണ്ടി പകുത്തു തരുന്ന ആ സ്നേഹത്തിന്റെ നിമിഷം ധൂർത്തപുത്രൻ തിരിച്ചു കടന്നു വരുമ്പോൾ, മടങ്ങി വരുമ്പോൾ ആ പിതാവ് അവനെ സൽക്കരിച്ചതുപോലെ പിതാവായ ദൈവം പാപത്തിന്റെ മിളച്ചതിലൂടെ കടന്നുപോകുന്ന ഓരോ ദൈവത്തിലും പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ പിതാവായ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ വലിയ
പരിശുദ്ധമായ വിരുന്നാണ് മക്കളെ പരിശുദ്ധ കുർബാന. അവന്റെ ശരീരത്താലും പുത്രനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ ശരീരത്താലും രക്തത്താലും നമ്മളെ വീണ്ടെടുത്തുകൊണ്ട് അവിടുന്ന് നമ്മെ അവനെ പോലെയാക്കി തീർക്കുന്ന, സ്വന്തം പുത്രനെ പോലെയാക്കുന്ന വലിയ സ്നേഹത്തിന്റെ അഭിഷേകമാണ് ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും ദൈവജനം അനുഭവിക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ മഹത്വം നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുവാൻ ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയ ആ സ്നേഹത്തിന്റെ സുവിശേഷം, ആ സദ്വാർത്ത അനുഭവിക്കുവാനുള്ള വലിയ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിച്ച് ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? യേശുവിന്റെ രക്തം വ്യാപരിക്കപ്പെടട്ടെ, രക്തം തിരുരക്തം ഞങ്ങളിൽ വീഴട്ടെ എന്ന് ഓരോ മകനും മകളും പ്രാർത്ഥിക്കുക. പാപത്തിന്റെ അവസ്ഥകളിലേക്ക്, ജഡിക താല്പര്യങ്ങളിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക്, അശുദ്ധമായ പ്രവർത്തികളിലേക്ക്, ദൈവരാജ്യത്തിന് എതിരായിട്ടുള്ള ഓരോ പ്രവർത്തികളിലേക്കും ദൈവിക ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഓരോ ശരീരങ്ങളിൽ നിന്നും അശുദ്ധി നീങ്ങിപ്പോകട്ടെ, അശുദ്ധാത്മാക്കൾ നീങ്ങിപ്പോകട്ടെ. പൈശാചിക ശക്തികള്, രോഗപീഠകള്, ആത്മഹത്യാ പ്രവണതയുടെ അരേവികള് എല്ലാ ശരീരങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. കർത്താവിന്റെ മഹത്വം ഓരോ ശരീരങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ, ഈശോയെ എന്ന് വിളിക്കാമോ? കരങ്ങളടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കുക. യേശുവിന്റെ രക്തം തിരുഹൃദയത്തിന്റെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുമ്പോൾ ഓരോ ദൈവത്തിലും ആ അഭിഷേകത്തിന്റെ ശക്തി അനുഭവിക്കുക. നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ അടിച്ച് പാടി പ്രാർത്ഥിക്കാം. ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ, കോട്ടകൾ തകരട്ടെ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ, കോട്ടകൾ തകരട്ടെ പരിശുദ്ധാത്മാവേ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ, രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. സാത്താൻ സാത്താൻ തകർന്നു വീഴട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. സാത്താൻ സാത്താൻ തകർന്നു വീഴട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. ബന്ധനം ബന്ധനം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. ബന്ധനം ബന്ധനം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. രോഗം രോഗം മാറിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. രോഗം രോഗം മാറിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. സാത്താൻ സാത്താൻ തകർന്നു വീഴട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. സാത്താൻ സാത്താൻ തകർന്നു വീഴട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. ബന്ധനം ബന്ധനം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. ബന്ധനം ബന്ധനം നീങ്ങിപ്പോകട്ടെ. തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. രോഗം രോഗം മാറിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. രോഗം രോഗം മാറിപ്പോകട്ടെ. ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ, കോട്ടകൾ തകരട്ടെ. പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ, കോട്ടകൾ തകരട്ടെ. പരിശുദ്ധാത്മാവേ. യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശുനാമത്തിൽ,
യേശു രക്തത്താൽ യേശുനാമത്തിൽ 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 യേശു രക്തത്താൽ ബന്ധനമടിക്കണേ പരിശുദ്ധാത്മാവേ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച കോട്ടകൾ തകരട്ടെ പരിശുദ്ധാത്മാവേ ഉയർത്തി ബന്ധനമടിക്കണേ പരിശുദ്ധാത്മാവേ കോട്ടകൾ തകരട്ടെ പരിശുദ്ധാത്മാവേ യേശുനാമത്തിൽ യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു രക്തത്താൽ യേശുനാമത്തിൽ യേശു രക്തത്താൽ പിടിച്ചെന്ന് സ്തുതിക്കുകയാണ്. ഭയത്തിന്റെ അരൂപികൾ വിട്ടൊഴിഞ്ഞു പോകുവാൻ ഒത്തിരിയേറെ മക്കള് ഹൃദയത്തില് ഭയം നിൽക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയും എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനുള്ള ഭയം ഹൃദയതലങ്ങളില് ഭയത്തിന്റെ അരൂപികൾ ചലിക്കപ്പെടുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. അങ്ങനെ ഉള്ള വ്യക്തികൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വരമുയർത്തി നമ്മുടെ മേല് നമ്മുടെ കുടുംബത്തിന്റെ മേല് തലമുറയായി കടന്നു വന്നിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യുവാൻ ഭയപ്പെടുത്തുന്ന ചില അരൂപികളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തിയുടെ മേഖലയിലുണ്ടെങ്കിൽ ഇവയെല്ലാം വിട്ടകന്ന് ആത്മധൈര്യത്തിന്റെ ആത്മാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൂർണ്ണതയില് നമ്മുടെ ജീവിതത്തില് നമ്മുടെ ശരീരത്തില് നമ്മുടെ പ്രവൃത്തികളില് എല്ലാം വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? യേശുനാമത്തിന്റെ ശക്തിയാല് ഭയത്തിന്റെ എല്ലാ അരൂപികളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തില് ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തില് നിത്യനരകാഗ്നിയിലേക്ക് അവ നിബന്ധിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി ഈശോയെ നിന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? യേശുവേ നന്ദി. ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനിച്ചിരുന്നത്. ഇസ്രായേൽ ജനമേ, ദൈവത്തെ ഭയപ്പെടുന്നവരെ ശ്രദ്ധിക്കുവിൻ. പൗലോസ് അപ്പോസ്തലൻ ദൈവജനത്തോട് പറയുകയാണ്. സിനഗോഗില് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവജനത്തിന് മുമ്പില് പ്രസംഗിക്കുവാൻ അവസരം കിട്ടിയപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തുടങ്ങി വെച്ചത് പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് പോരുകയാണ്. പൂർത്തീകരിക്കപ്പെടുന്ന യേശുക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയിലൂടെ ദൈവം നേടിത്തന്ന വലിയ കാരുണ്യത്തിലേക്ക് അത് ചെന്ന് അവസാനിക്കുന്നത്. പരിശുദ്ധ കുർബാനയിലേക്കാണ് അത് ചെന്ന് അവസാനിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരെ പീഡിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ച സാവൂള് പൗലോസായി രൂപാന്തരപ്പെട്ടു. അതിനുശേഷം യേശുവിനെ കുറിച്ച് സാവൂള് പ്രസംഗിക്കുക. ഉൽപ്പത്തി മുതൽ ഉള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ പുറപ്പാട് മുതലുള്ള സംഭവങ്ങൾ മുഴുവനും ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുക. ഇസ്രായേൽ ജനതയുടെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് ഈജിപ്തിൽ നിന്ന് വസിച്ചിരുന്ന കാലത്ത് അവരെ അവിടുന്ന് ഒരു വലിയ ജനമാക്കി തന്റെ ശക്തമായ ഭുജം കൊണ്ട് അവിടുന്ന് അവരെ കൊണ്ടുപോരുകയും ചെയ്തു. അവിടുന്ന് 40 വർഷത്തോളം മരുഭൂമിയിൽ അവരോട് ക്ഷമാപൂർവം പെരുമാറി കാനാൻ ദേശത്ത് വെച്ച് 7 ജാതികളെ നശിപ്പിച്ചതിനു ശേഷം അവരുടെ ഭൂമി 450 വർഷത്തോളം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുത്തു. അതിനുശേഷം അവിടുന്ന് പ്രവാചകനായ സാമുവേലിന്റെ കാലം വരെ അവർക്ക് ന്യായാധിപന്മാരെ നൽകി. പിന്നീട് അവർ ഒരു രാജാവിന് വേണ്ടി അപേക്ഷിച്ചു. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട കിഷിന്റെ പുത്രൻ സാവൂളിനെ 40 വർഷത്തേക്ക് ദൈവം അവർക്ക് നൽകി. അനന്തരം അവരെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി. അവനെക്കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്: ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവൻ എന്റെ ഹിതം നിറവേറ്റും. വാഗ്ദാനം ചെയ്തതുപോലെ ഇവന്റെ വംശത്തിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷകനായ യേശുവിനെ ദൈവം ഉയർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു എവിടെ വന്നു? യേശുക്രിസ്തുവില് വന്ന് അവസാനിക്കുകയാണ്. രക്ഷകനായ ദൈവത്തെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് സാവൂള് പ്രഘോഷിക്കുക. ഇതെവിടുന്ന് ഈ സ്നേഹം കിട്ടിയത്? തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുസ്നേഹത്തെക്കുറിച്ചാണ് സാവൂള് പ്രഘോഷിച്ചത്.
തിരുഹൃദയത്തിന്റെ തിരുനാള് തിരുസഭ ആചരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങേണ്ടത് ഈ സ്നേഹത്തെക്കുറിച്ച്. നമ്മൾ ലോകത്തിൻ്റെതായ സൗഭാഗ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആത്മീയ സ്നേഹത്താൽ നിറയുന്ന ഓരോ ദൈവത്തിലും യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കും. ആ ഒരു വലിയ ചൈതന്യം, ആ വലിയൊരു സ്നേഹം നമ്മളിൽ ഓരോരുത്തരും നിറയപ്പെടുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണ്ടേ. ആ തിരുഹൃദയ സ്നേഹം, ആ ദിവ്യമായ സ്നേഹം മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാൻ സാധിക്കണം. ആദ്യത്തെ അവസ്ഥ എന്താ? സഭയെ പീഡിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ആ വ്യക്തിയിലേക്ക് ദൈവാത്മാവ് കടന്നു വന്നപ്പോൾ, ആ സ്നേഹത്തിന്റെ അഭിഷേകം രുചിച്ചറിഞ്ഞപ്പോൾ, ആ സ്നേഹം മാത്രം മതി ലോകത്തിൽ ജീവിക്കുവാൻ. ആ സ്നേഹത്തിലൂടെ ബാക്കിയുള്ളവയെല്ലാം ചേർക്കപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ സാവൂള് ജനത്തോട് ദൈവവചനം, യേശു പറഞ്ഞ കാര്യങ്ങൾ പ്രഘോഷിക്കുവാൻ ആരംഭിക്കുക. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും പറയുക, തന്റെ ദൗത്യം അവസാനിക്കാറായപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ സങ്കല്പം? ഞാൻ അവനല്ല, എന്നാൽ ഇതാ എനിക്ക് ശേഷം ഒരുവൻ വരുന്നു, അവന്റെ പാദരക്ഷ അഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുക, ക്രിസ്തുവിന് വഴിയൊരുക്കുവാനായിട്ട് കടന്നു വന്ന സ്നാപക യോഹന്നാനെ കുറിച്ച് സാവൂള് അല്ലെങ്കിൽ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. എന്തുമാത്രം കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത്. ആ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എത്ര ശക്തമായിട്ടും ധീരമായിട്ടുവാ അവിടുന്ന് പ്രഘോഷിക്കുന്നത് ജനത്തോട്. സഹോദരരെ, എബ്രാഹത്തിന്റെ സന്തതികളെ, ദൈവഭയമുള്ളവരെ, നമ്മുടെ അടുത്തേക്ക് ഈ രക്ഷയുടെ വചനം അയക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാ? ഈ രക്ഷയുടെ വചനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കുകയാണ്. ജീവനില്ലാത്ത അവസ്ഥകളിലേക്ക് ദൈവിക ജീവൻ വ്യാപരിക്കപ്പെടുമ്പോൾ ഈ ജീവൻ നമ്മൾ അനുഭവിക്കുകയും ജീവൻ ഉണ്ടാവുകയാണ്. ഏതെല്ലാം അവസ്ഥകളിൽ വിവാഹം നടക്കുന്നില്ല. അങ്ങനെയുള്ളൊരു വ്യക്തി ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുദാശയുടെ മേല് ദൈവിക ജീവൻ കടന്നു വരും. ആ വ്യക്തിയുടെ മേല് ആ കുദാശ സ്വീകരിക്കുവാൻ ദൈവിക ജീവൻ ആ വ്യക്തിക്ക് ലഭിക്കപ്പെടുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ജീവൻ ഉണ്ടാവുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഓരോ മകനും മകളും പ്രാർത്ഥിക്കുമ്പോൾ ഈ രക്ഷയുടെ സുവിശേഷം, ആ സദ്വാർത്ത രക്ഷയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തിയും ചോദിക്കും, രക്ഷപ്പെടുവോ? പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടുവാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെയുള്ള ജനത്തോടാണ് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറഞ്ഞത്. ഈ രക്ഷയുടെ വഴികളെക്കുറിച്ച്, രക്ഷ അനുഭവിക്കുവാനുള്ള വഴികളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അനേകായിരങ്ങള് വിജാതിയർ പോലും കർത്താവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞു. കരങ്ങൾ ഉയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ജെറുസലേം നിവാസികളും അവരുടെ അധികാരികളും അവനെ അറിയാതെയും എല്ലാ സാപത്തിലും വായിക്കുന്ന പ്രവാചക വചനങ്ങൾ ഗ്രഹിക്കാതെയും അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ആ വചനങ്ങൾ പൂർത്തിയാക്കി. കേട്ടവരൊന്നും പ്രഘോഷിച്ചവരൊന്നും അവനെക്കുറിച്ച് അറിഞ്ഞില്ല. അതുകൊണ്ട് എന്താ ചെയ്തേ? അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ആ വചനങ്ങൾ പൂർത്തിയാക്കി. ആ ശിക്ഷയ്ക്ക് വിധിച്ചത് കൊണ്ടാണ് വചനം പൂർത്തീകരിച്ച് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മരണശിക്ഷയ്ക്ക് അർഹിക്കുന്ന ഒരു കുറ്റവും അവനിൽ കാണാതിരുന്നിട്ടും അവനെ വധിക്കുവാൻ അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ഇവൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഗ്രഹിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവനെ മരണശിക്ഷയ്ക്ക് അർഹനാണെന്ന്, ഒരു കുറ്റവും ചെയ്യാത്തവനെ കുറ്റക്കാരനായി വിധിച്ചുകൊണ്ട് അവർ പീലാത്തോസിന് വിട്ടുകൊടുത്തു. നമ്മളെപ്പോലെ ഒത്തിരിയേറെ മക്കള് യേശു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേട്ട്, യേശു മനുഷ്യനായിട്ട് ദൈവം അവതരിച്ച് ദൈവവചനം പിതാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ഇതൊന്നും ഗ്രഹിക്കാൻ സാധിക്കാതെ ഇവനെ എങ്ങനെ കുറ്റം ചെയ്യാത്തവനെ കുറ്റക്കാരനായിട്ട് അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് ഗൂഢാലോചന നടത്തിയെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെങ്ങനെ ഇല്ലാതാക്കി കളയാം? നന്മ എങ്ങനെ ഭൂമിയിൽ ഇല്ലാതാക്കി കളയാം? നന്മ പറയുന്ന വ്യക്തികളെ ഭൂമിയിൽ എങ്ങനെ ഇല്ലാതാക്കി കളയാം? ഇന്നുള്ള അവസ്ഥ അത് തന്നെയാണ്. നന്മ പ്രഘോഷിച്ചുകൊണ്ട്, നന്മ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന വ്യക്തികളെ, നമ്മുടെ ഉള്ളിലുള്ള തിന്മ, ആ തിന്മ നമ്മുടെ മേൽ ഭരണം നടത്തുമ്പോൾ ഈ നന്മയെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്ന് നമ്മൾ ഓരോരുത്തരും ഹൃദയം കൊണ്ട് ആഗ്രഹിക്കും. ഇതെങ്ങനെ നശിപ്പിച്ചു കളയാം എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയുള്ളവരായി മാറണം? നന്മ നിറഞ്ഞവരായിട്ട് നമ്മൾ മാറണം. സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നതാ. നന്മ നിറയുമ്പോൾ ദൈവ സാന്നിധ്യം, കർത്താവ് നമ്മോട് കൂടെ വരുന്നത്. തിന്മ നിറയുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന്
ദൈവരാജ്യം നമുക്ക് നഷ്ടമാവുകയാണ്. ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ പറ്റാതെയാവുകയാണ്. കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാം പൂർത്തിയായപ്പോൾ അവനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി കല്ലറയിൽ സംസ്കരിച്ചു. അവനെ പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം പൂർത്തിയായപ്പോൾ അവനെ കുരിശിൽ നിന്നിറക്കി അവർ കല്ലറയിൽ സംസ്കരിച്ചു. അവനെ കുറിച്ച് പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാർ എഴുതി വെച്ചിരിക്കുന്ന ദൈവവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അതെല്ലാം നിറവേറിക്കഴിഞ്ഞപ്പോൾ അവനെ കുരിശിൽ നിന്ന് ഇറക്കി അവർ സംസ്കരിച്ചു. സകലതും പൂർത്തീകരിച്ചതിന് ശേഷമാ യേശു വലിയ എന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു ജീവൻ വെടിഞ്ഞത്. പ്രവാചകരിലൂടെ അരുളി ചെയ്ത വചനങ്ങൾ എല്ലാം തന്റെ ശരീരത്തിൽ പൂർത്തീകരിച്ച യേശുനാഥൻ. നിയമത്തെ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനല്ല ഞാൻ വന്നിരിക്കുന്നത്, അത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് യേശു നമ്മെ പഠിപ്പിച്ചു. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനല്ല ഞാൻ വന്നിരിക്കുന്നത്, അതെന്റെ ശരീരത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് നിത്യരക്ഷ നിങ്ങൾക്ക് നേടിത്തരുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് യേശു തന്റെ ജനത്തോട് പറഞ്ഞു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് യേശുവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. രക്ഷ പൂർത്തീകരിച്ച് രക്ഷാകര പദ്ധതിയിലൂടെ ദൈവം നേടിത്തന്ന രക്ഷ അനുഭവിക്കണമെങ്കിൽ ദൈവം ചെയ്തു, മരിച്ച യേശുവിനെ അവിടുന്ന് 3-ാം ദിവസം ഉയർപ്പിച്ചു. ഈ ആലയം തകർക്കപ്പെടും, പക്ഷേ 3-ാം ദിവസം അത് പുനരുദ്ധരിക്കപ്പെടും. യേശു തന്റെ ശരീരത്തെക്കുറിച്ച് ജനത്തോട് പറയുക, തന്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ച്, നമ്മുടെ ഓരോരുത്തരെയും ശരീരത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുക. ആ രക്ഷയുടെ സുവിശേഷം നമ്മളിൽ വെളിപ്പെടുത്തുവാൻ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ പിതാവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിച്ച യേശുനാഥൻ വീണ്ടും തന്റെ പിതാവിന്റെ ആത്മാവിനെ നൽകിക്കൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ തന്റെ സാന്നിധ്യത്തെ അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. ഈ വലിയ അഭിഷേകമാണ് ശ്ലീഹ അനുഭവിച്ചത്. പൗലോസ്ലീഹ അനുഭവിച്ചത് ഈ ദൈവിക സ്വാതന്ത്ര്യം, കർത്താവിന്റെ തിരുഹൃദയത്തിലെ ആ ദിവ്യസ്നേഹമാണ് പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ചത്. തീഷ്ണതയോടെ യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുക, ഒരു ഭയവും ഇല്ലാതെ പ്രസംഗിക്കുക. യേശുവിനെ കുറിച്ച് പറയുന്ന ആര് പറഞ്ഞ കാര്യം ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന പൗലോസ് അപ്പോസ്തലൻ ജനത്തോട്, രാജാക്കന്മാരോട് പറഞ്ഞ ദൈവവചനമാണ് ഇവിടെ ഇപ്പോൾ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം, സ്വരം ഉയർത്തി വിളിക്കാം, അഭിഷേകത്തോടെ വിളിക്കാം. അവനോടൊപ്പം ഗലീലിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്നവർക്ക് അവൻ പല ദിവസങ്ങളിലും പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവന്റെ സാക്ഷികളാണ്. ഈ ശിഷ്യന്മാര് എല്ലാവരും ഇതിന് സാക്ഷികളാണ് എന്ന് പൗലോസ് പറയുക. അവർക്കെല്ലാം യേശു മരിച്ചതിനു ശേഷം പ്രത്യക്ഷനായി. അവനെ കാണുവാൻ ആഗ്രഹിച്ചവർക്കെല്ലാം അവിടുന്ന് പ്രത്യക്ഷനായി. വിശുദ്ധ തോമാസ് ശ്ലീഹ അവിടുന്ന് അവര് പ്രത്യക്ഷനായ സമയത്ത് മാറിപ്പോയി. ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് യേശുവിനെ കാണുവാൻ സാധിച്ചില്ല. പ്രത്യക്ഷനായ യേശുവിനെ കാണുവാൻ സാധിച്ചില്ല. വിശുദ്ധ തോമാസ് ശ്ലീഹായ്ക്ക് ആഗ്രഹിക്കുക, എനിക്ക് അവനെ കാണണം, അവന്റെ മുറിവുകള് എനിക്കൊന്ന് കാണണം, എനിക്ക് വേണ്ടി കാൽവരി മലയുടെ നെറുകയിൽ ബലിയായി തീർന്ന എന്റെ പാപത്തിന് പരിഹാര ബലി അർപ്പിച്ച ക്രിസ്തുവിന്റെ സ്നേഹം അവന്റെ ശരീരത്തില് എനിക്ക് നഗ്നനേത്രം കൊണ്ട് കണ്ട് അന്ന് അനുഭവിക്കണം. വലിയൊരാഗ്രഹമാണ്. ദിവസങ്ങളോട് പ്രാർത്ഥിച്ചപ്പോൾ യേശു പ്രത്യക്ഷനാവുകയാണ്. തോമ, നീ എന്റെ അടുത്ത് വാ, എന്റെ മുറിവുകള് നീ ഒന്ന് കണ്ടേ. അതിനുശേഷം എന്താ പറഞ്ഞ? യേശു പറഞ്ഞെന്താ? നീ എന്റെ വിരല് എന്റെ പാർശ്വത്തില് ഒന്ന് വെച്ചേ. യേശു പറഞ്ഞെന്താ? നീ എന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത ഒന്ന് അനുഭവിച്ചേ. പ്രിയ ദൈവജനമേ, ആ സമയത്ത്
വിശുദ്ധ തോമാശ്ലീഹ അനുഭവിച്ചത് ആ ദൈവിക സ്നേഹത്തിന്റെ പൂർണ്ണതയാ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്തുമാത്രം സ്നേഹമാണ് ആ തിരുഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ തോമാശ്ലീഹ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, നിലവിളിക്കുക, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? അവനോടൊപ്പം ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്നവർ, അവൻ പല ദിവസങ്ങളിലും പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവന് സാക്ഷികളാണ്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന സുവിശേഷം ഇതാണ്. പിതാക്കന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവമക്കളായ നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു. പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ ആ വലിയ കാരുണ്യം, പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം വീണ്ടും നൽകുവാൻ വേണ്ടി പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ ഇന്ന് ജനത്തോട്, നമ്മളോട് ഓരോരുത്തരോട് കരുണ കാണിച്ചിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ വ്യക്തമായിട്ട് തന്റെ ജനത്തോട് പറയുകയാണ്. പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പ്രകാരമാണ് കാനാൻ ദേശം കരസ്ഥമാക്കുവാൻ, സ്വന്തമാക്കുവാൻ ദൈവം വീണ്ടും പരിശുദ്ധ കുർബാനയിലൂടെ, ദിവ്യകാരുണ്യത്തിലൂടെ, കർത്താവിന്റെ കാരുണ്യത്തിലൂടെ, ആ തിരുഹൃദയത്തിലൂടെ, ആ ദിവ്യസ്നേഹത്തിലൂടെ ദൈവമായ കർത്താവ് വീണ്ടും അവകാശം നമുക്ക് നേടിത്തന്നിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? പിതാക്കന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം യേശുവിനെ ഏർപ്പിച്ചുകൊണ്ട് ദൈവമക്കളായി നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു. 2-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നല്ലോ, നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയിരിക്കുന്നു. നാശത്തിന്റെ അവസ്ഥയിലേക്ക് തിരിച്ചു ചെല്ലാനാവാത്ത വിധം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചതിനെ കുറിച്ച് അവിടെ നിന്ന് ഇങ്ങനെ അരുളിച്ചെയ്തിരിക്കുന്നു, ദാവീദിന് വാഗ്ദാനം ചെയ്യപ്പെട്ട വിശ്വസ്തവും വിശുദ്ധവുമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരും. വിശ്വസ്തവും വിശുദ്ധമായ അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രഘോഷിക്കപ്പെടുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ വലിയ സ്നേഹം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ, കർത്താവിന്റെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ദിവ്യസ്നേഹത്താൽ ഈ സമൂഹം നിറയപ്പെടുവാൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ, പൗലോസ് അപ്പോസ്തലനെ രൂപപ്പെടുത്തിയ തമ്പുരാന്റെ കാരുണ്യം, സാവൂളിനെ പൗലോസാക്കി മാറ്റിയ ആ വലിയ അഭിഷേകം ഈ സമൂഹത്തിന്റെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറ്റൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കുവാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. മറ്റൊരു സങ്കീർത്തനത്തില് ഇപ്രകാരം പറയുന്നു, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കുവാൻ അനുവദിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിലൂടെ യേശുവിന്റെ സ്നേഹം, ദിവ്യകാരുണ്യ ശക്തി നമ്മളിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ജീർണതകളെ അവിടുന്ന് നീക്കിക്കളയുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീർണിച്ചിരിക്കുന്ന അവസ്ഥ, ജീർണതയുടെ അവസ്ഥകള് തമ്പുരാൻ മാറ്റിക്കളയുകയാണ്. ശരീരം അഴുകുന്ന അവസ്ഥ, അല്ല ജീർണിച്ചു പോകുന്ന അവസ്ഥ, മനസ്സ് ജീർണിച്ചിരിക്കുന്ന അവസ്ഥ തമ്പുരാൻ വീണ്ടെടുത്തു തരികയാണ്. ആ വലിയ സ്നേഹത്തിൽ തന്നെ അവിടുന്ന് ജീർണതയെ ഇല്ലായ്മ ചെയ്യുകയാണ്. അവിടുന്ന് തന്നെ ശരീരവും രക്തവും നമുക്ക് നൽകിക്കൊണ്ട്, തന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് അവിടുന്ന് മനുഷ്യന്റെ ജീർണതയെ അവിടുന്ന് ഇല്ലായ്മ ചെയ്യുകയാണ്. ക്യാൻസർ രോഗികള് സൗഖ്യപ്പെടുന്നത്, എത്രത്തോളം ക്യാൻസർ രോഗികള് ഈ ആലയത്തില് ശുശ്രൂഷയിൽ സൗഖ്യപ്പെട്ടു. ഏകദേശം 70 മുകളില് ക്യാൻസർ രോഗികളായിരിക്കുന്ന മക്കള് സൗഖ്യം പ്രാപിച്ചു. ഒത്തിരിയേറെ സാമ്പത്തിക തകർച്ചകള്, കുടുംബജീവിതത്തിന്റെ പരാജയങ്ങള്, ഇവയെല്ലാം നീക്കിക്കളയുകയാണ്, മാറ്റിക്കളയാൻ ജീർണതയെ അവിടുന്ന് ഇല്ലായ്മ ചെയ്തു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ദാവീദ് തന്റെ തലമുറയിൽ ദൈവഹിതം നിറവേറ്റിയതിനു ശേഷം മരണം പ്രാപിച്ചു. അവൻ പിതാക്കന്മാരോട് ചേരുകയും ജീർണത പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ ദൈവം ഉയർപ്പിച്ചവനാകട്ടെ ജീർണത പ്രാപിച്ചില്ല. സഹോദരരെ, നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾക്ക് പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവൻ വഴിയാ എത്രേ. മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കാനാവാത്ത കാര്യങ്ങളുണ്ട്. മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കപ്പെടാത്ത ചില അവസ്ഥകളുണ്ട്. മോശയുടെ നിയമം വഴി നീതീകരണം പൂർത്തീകരിക്കപ്പെടുന്നില്ല. അപ്പൊ എന്തു ചെയ്ത ദൈവം? തന്റെ ഏകജാതനെ തന്നെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് അവിടുത്തെ വചനത്തിലൂടെ, അവിടുത്തെ ശരീരത്തിലൂടെ, രക്തത്തിലൂടെ പാപത്തിന്റെ ചില അവസ്ഥകളിൽ നിന്ന്, നീതീകരിക്കപ്പെടാത്ത ചില അവസ്ഥകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന ആ വലിയ സ്നേഹം. നീതിമാനായിട്ട് മാറുവാൻ മോശയുടെ നിയമങ്ങൾ വഴി മുഴുവൻ പൂർത്തീകരിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. തന്റെ പുത്രനിലൂടെ, തന്റെ പുത്രന്റെ ശരീരത്തിലൂടെയും രക്തത്തിലൂടെയും നാം ഓരോരുത്തരും നീതീകരിക്കപ്പെടുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി സർവശക്തനായ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ. ഓരോ മകനും മകളും ദൈവിക രക്തത്താല്, ദൈവിക ശരീരത്താല് നീതീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സഹോദരരെ, നിങ്ങളത് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളുടെ പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവൻ വഴിയാ എത്രേ. പാപമോചനം ദൈവജനത്തിന് നൽകപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്, പരിശുദ്ധ കുർബാനയിലൂടെയാണ്, പരിശുദ്ധമായ കുദാശകളിലൂടെയാണ് നമുക്ക് ഓരോരുത്തർക്കും പാപമോചനം ലഭിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പൗലോസ് ശ്ലീഹ വ്യക്തമായിട്ട് തന്റെ ജനത്തോട് പ്രഘോഷിക്കുകയാണ്. പാപമോചനം ലഭിച്ചത് കൂദാശകളിലൂടെയാണ് പാപമോചനം നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേടിത്തന്നിരിക്കുന്നത് കൂദാശകളിലൂടെയാണ്, പരിശുദ്ധ കുർബാനയിലൂടെയാണ്, തന്റെ ശരീരത്തിലൂടെയും രക്തത്തിലൂടെയും. മോശയുടെ നിയമത്തിന് ഒരു കാരണവശാലും പൂർണ്ണമായിട്ടും നമ്മളെ നീതീകരിക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ സാധിക്കത്തില്ല എന്ന് കണ്ട ദൈവം 10 പ്രമാണങ്ങളിലൂടെ, മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളിലൂടെ പരിപൂർണമായ നീതീകരണം സംഭവിക്കുന്നില്ല എന്ന് കണ്ട ദൈവം തന്റെ ഏകജാതനിലൂടെ നമ്മെ അവിടുത്തെ ശരീരത്തിലൂടെയും രക്തത്തിലൂടെയും നീതീകരിച്ചു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ വലിയ നീതീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, അവന്റെ ശരീരത്താലും രക്തത്താലും നമ്മെ നീതിമാനാക്കി മാറ്റിയ ആ സ്നേഹത്തിന്റെ സുവിശേഷം നമുക്ക് ലഭിച്ചതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി അവയിൽ നീതീകരണം ലഭിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുമ്പോൾ, കൂദാശയിൽ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഈ വിശ്വാസത്തിലൂടെ നാം നീതീകരിക്കപ്പെടുകയാണ്. നമ്മൾ നീതിമാനായിട്ട് മാറണമെങ്കിൽ നീതിമാന്റെ പ്രാർത്ഥന എങ്ങനെയാവുന്ന വചനം പറയുന്നേ? മേഘങ്ങളെ തുളച്ച് സ്വർഗരാജ്യത്തിലെത്തും. ദൈവ തിരുസന്നിധിയിൽ നീതിമാന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലെത്തും. എങ്ങനെയാ? മേഘങ്ങളെ തുളച്ച് നീതിമാന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തും. അപ്പോൾ നമ്മൾ എങ്ങനെ നീതീകരിക്കപ്പെടണ്ടേ? ഓരോ പരിശുദ്ധമായ കുദാശകളിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെ നാം നീതീകരിക്കപ്പെട്ട് നീതിമാനായി തീരുമ്പോൾ ഈ നീതിമാന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കുമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളിലൂടെ നീതീകരണം പൂർത്തീകരിക്കപ്പെടുന്നില്ല. മോശയിലൂടെ നൽകപ്പെട്ട കൽപ്പനകളിലൂടെ നാം പരിപൂർണമായിട്ട് നീതീകരിക്കപ്പെടുന്നില്ല. ഈ കൽപ്പനകളിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കൽപ്പനകൾ, ആ ലംഘനത്തിന്റെ അവസ്ഥകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട്, കുംഭസാരം എന്ന കുദാശയിലൂടെ ഈ നിയമലംഘനത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് അവന്റെ ശരീരത്താലും രക്തത്താലും നാം നീതീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നു. കരങ്ങൾ ഉയർത്തി തമ്പുരാനെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒന്ന് സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രവാചകൻ വഴി അരുളി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും നിങ്ങളുടെ മേൽ സംഭവിക്കാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിനവേൽ എന്താ സംഭവിച്ചേ? പ്രവാചകൻ വഴി അരുളി ചെയ്യുക 40 ദിവസത്തിനുള്ളിൽ നിനവേ നശിപ്പിക്കപ്പെടും. കാരണം അവിടെ പാപം പെരുകിയിരിക്കുകയാണ്.
അവിടെ ധനാസക്തി അവിടെ കൂടിയിരിക്കുക. മദ്യത്തിനും മയക്കുമരുന്നിനും ജഡിക താല്പര്യങ്ങളിലും മക്കളും ഒഴുകിയപ്പോൾ ദൈവമായ കർത്താവ് അവിടെ അരുളി ചെയ്യുക, യോനാ പ്രവാചകൻ വഴി ദൈവം അരുളി ചെയ്യുക, 40 ദിവസത്തിനുള്ളിൽ നിനവെ നശിപ്പിക്കപ്പെടും. കാരണം എന്താ? അവിടെ പാപം പെരുകിയിരിക്കുക. അവിടെ നീതീകരിക്കപ്പെടണം. അവിടെ നീതീകരിക്കപ്പെടണമെങ്കിൽ എന്തിനാ? മോശയുടെ നിയമം അനുസരിച്ച് മാത്രം മതി. മോശയുടെ നിയമങ്ങൾ അനുസരിച്ച് ചാക്കെടുത്ത് ചാരം പൂശി അവർ വചനമനുസരിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ അവരുടെ ജീവിതത്തിന്റെ മേൽ കടന്നു വരാനുള്ള അനർത്ഥങ്ങൾ ദൈവം മാറ്റിക്കളയുകയാണ്. കുടുംബത്തിന്റെ മേല്, വ്യക്തി ജീവിതത്തിന്റെ മേലെ കടന്നു വരുവാനുള്ള അനർത്ഥങ്ങൾ മാറ്റപ്പെടുന്നപ്പോഴാ? കൂദാശകളിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാ. അതാണ് പൗലോസ് അപ്പോസ്തലൻ തന്റെ ജനത്തോട് പറയുക, ഉദ്ധാനം ചെയ്തവന്റെ ആ സാന്നിധ്യത്തെ അനുഭവിക്കുമ്പോൾ ദൈവരാജ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. കൂദാശകളിലൂടെ ഈ വലിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പൗലോസെ പഠിപ്പിക്കുക, ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് അനുഭവിച്ച് പഠിപ്പിക്കുക. മോശയിലൂടെ ഇതിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നില്ല. കൽപ്പനകൾ മാത്രം അനുസരിച്ചുകൊണ്ട് മാത്രമാകുന്നില്ല. കാരണം പാപം ചെയ്തു, വീണ്ടും കൽപ്പനകൾ അനുസരിച്ചു. അതുകൊണ്ട് നീതീകരിക്കപ്പെടുന്നില്ല, നീതിമാനായി മാറുന്നില്ല, പൂർണ്ണത പ്രാപിക്കുന്നില്ല. പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ അവന്റെ ശരീരത്താലും രക്തത്താലും നാം നവീകരിക്കപ്പെടണം. പരിശുദ്ധ കുർബാനയിലൂടെയാണ് ഈ വലിയ അഭിഷേകം. എന്താ സംഭവിക്കുന്നത് അവിടെ? നമ്മുടെ ശരീരം ദൈവത്തിന്റെ ശരീരമായി, നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവായി രൂപപ്പെടുകയെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി തമ്പുരാനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി അവയിൽ നീതീകരണം ലഭിക്കും. വിശ്വസിക്കുന്നതിലൂടെ അവനിലൂടെ, അവന്റെ ശരീരത്തിലൂടെയും രക്തത്തിലൂടെയും നാം നീതീകരിക്കപ്പെടുന്നു. അനുഭവിച്ചിട്ടാ പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം, അവന്റെ ശരീരരക്തവും അനുഭവിച്ചതിന് ശേഷം പറയുകയാണ്, നീതീകരണം സംഭവിക്കും, നീതിമാനായിട്ട് മാറുകയാണ്. പിന്നീട് നമ്മള് ഉപസാരമൊക്കെ നടത്തും, നമ്മൾ പാപമോചനമൊക്കെ നേടും. കുർബാനയ്ക്ക്, യേശുവിന്റെ ശരീരത്തിനും രക്തത്തിനും നാം വില കൽപ്പിക്കുന്നുണ്ടോ? യേശുവിന്റെ ശരീരത്തിനും രക്തത്തിനും നാം വില കൽപ്പിക്കുന്നുണ്ടോ? നാം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. അവിടുത്തെ സ്നേഹത്തില് പങ്കുചേരുവാൻ നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നുണ്ടോ? നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ആഗ്രഹിക്കും. ബ്രദർ, ഒരു അരമുക്കാൽ, 1 മണിക്കൂർ, 2 മണിക്കൂർ ഒന്ന് കിട്ടുവാണ് എല്ലാ ചരിത്രവും പറയാം. ഇവിടെ ഈ പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള തകർച്ചകള്, ദുരിതങ്ങള്, കഷ്ടപ്പാടുകള്, ഇതൊക്കെയുള്ള അടിസ്ഥാന കാരണം എന്താ? അവിടെ നീതീകരണം സംഭവിക്കുന്നില്ല. നീതീകരിക്കപ്പെടണമേ, സ്വയം നീതീകരിക്കപ്പെടുന്നേ ഉള്ളൂ. അവന്റെ രക്തത്താലും ശരീരത്താലും പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട്, പാപ സാഹചര്യങ്ങളെ വീക്ഷിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിന്റെ ശരീരത്താലും രക്തത്താലും നാം നീതീകരിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയാ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ച് തമ്പുരാനെ മഹത്വപ്പെടുത്താം, യേശുവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാം, ഈശോയെ, ഈശോയെ, ഈശോയെ. സ്വരമുയർത്തി വിളിക്കാം, ഈശോയെ, യേശുവേ എന്ന് വിളിക്കാം. അഭിഷേകത്തോടെ വിളിക്കാം, ശക്തിയോടെ വിളിക്കാം, സ്നേഹത്തോടെ വിളിക്കാം, കൃപ നിറഞ്ഞു വിളിക്കാം, അഭിഷേകം പ്രാപിച്ചു വിളിക്കാം, സർവശക്തനായവനെ വിളിക്കാം. യേശുവേ നന്ദി. കൃപ ചൊരിയുന്ന ഓരോ മണിക്കൂറിൽ ഓർത്ത് നന്ദി പറഞ്ഞ് നമ്മൾ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സംഭവിക്കുന്ന രക്ഷപ്രാപിക്കുക. കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക് കേട്ട വചനങ്ങൾ കടന്നു വരികയും. അപ്പൊ നീതീകരിക്കപ്പെടുന്ന നീതിമാനായ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തപ്പെടുകയാണ്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടി എന്താ? സ്വയം നീതീകരിക്കപ്പെടും. സ്വയം നീതിമാനാണെന്ന് നമ്മൾ ഓരോരുത്തരും പറയുക. സ്വയം നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ വ്യക്തിപരമായിട്ട് പറഞ്ഞുകൊണ്ട് സ്വയം നീതീകരിക്കപ്പെടുന്ന സമയം, ആ നീതീകരിക്കപ്പെടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ അവന്റെ രക്തത്താലും അവന്റെ ജീവനാലും അവന്റെ ശരീരത്താലും നാം ഓരോരുത്തരും നീതീകരിക്കപ്പെടുന്നില്ല. പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്താലും ശരീരത്താലും നമ്മെ നീതീകരിക്കപ്പെടുമ്പോൾ ഞാനും നിങ്ങളും നീതിമാനായിട്ട് മാറും. അതിന് യേശു പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും.
ഞാൻ പിതാവിന്റെ അടുത്ത് പോയാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോ സാവൂളനായിട്ട് മാറി, പൗലോസായിട്ട് മാറി. വ്യക്തമായിട്ട് തിരുവചനം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വചനത്തിന് അധിഷ്ഠിതമായി ജീവിച്ച് ആ വചനം പ്രഘോഷിക്കുക, ജീവിച്ച് പ്രഘോഷിക്കുക. അടുത്ത സാപത്തിൽ ദൈവവചനം ശ്രവിക്കുവാൻ നഗരവാസികൾ എല്ലാവരും തന്നെ സമ്മേളിച്ചു. ഇത് കേട്ടപ്പോ അഭിഷേകം ഉണ്ടായി. അന്നുവരെ പ്രസംഗിക്കപ്പെടാത്ത ഒരു കേട്ടിട്ടില്ലാത്ത ഒരു അഭിഷേകം, അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്ത ഒരു മനോധൈര്യം ജനത്തിനുണ്ടാവുകയാണ്, ഒരു അഭിഷേകം ഉണ്ടാവുകയാണ്. അന്നേരം എന്ത് സംഭവിച്ചേ? ജനം ഒന്നു ചേർന്ന് അടുത്തുള്ള ദിവസങ്ങളിലെ ദൈവവചനം ശ്രവിക്കുവാൻ നഗരവാസികൾ എല്ലാവരും തന്നെ ആ സിനഗോഗില് സമ്മേളിക്കുകയാണ്. അഭിഷേകം കിട്ടി, കൃപ കിട്ടി. എങ്ങനെ കിട്ടിയ? സാവൂള് ദൈവവചനം അനുസരിച്ചപ്പോൾ ദൈവത്തിന്റെ രാജ്യാനുഷ്ഠാനം. സാവൂള് ചോദിച്ച ഒറ്റ കാര്യം, ഈ തകർച്ച, എന്റെ വീഴ്ചയ്ക്ക് കാരണം എന്താ? ഈ തകർച്ചയ്ക്ക് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ ഈ അധപ്പതനത്തിന് കാരണം എന്താണെന്നൊരു ചോദ്യം ചോദിക്കുക. ആ ചോദ്യത്തിന് ഉത്തരം, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. തിരിച്ചറിയുക, പീഡനങ്ങളെ ഒക്കെ തിരിച്ചറിയുക, ആ സഹനത്തെ ഒക്കെ തിരിച്ചറിയുകയാണ്. അതിന് കാരണം കണ്ടെത്തുകയാണ്. ജീവിതം തകിടം പറയുക വെച്ച് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവുകയാണ്. തന്നെ സ്നേഹിക്കുന്ന യേശുവിനെ തിരിച്ചറിയുകയാണ്. ആ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞപ്പോ ആ അഭിഷേകം സ്വന്തമാക്കുകയാണ്, യേശുവിനെ സ്വന്തമാക്കി, തന്റെ ശരീരത്തിൽ സ്വന്തമാക്കി. അതുകൊണ്ട് ജനം ഒരുമിച്ച് കൂടുക, കേൾക്കാൻ വേണ്ടി അവരൊന്നിച്ചു കൂടുക. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യഹൂദർ അസൂയ കൊണ്ട് പൗലോസിനോട് പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുകയും അവനെ ദുഷിക്കുകയും ചെയ്തു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരായിട്ട് അവർ പ്രവർത്തിക്കാൻ കാരണം അവരിൽ അസൂയ പൂണ്ടതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവര്, വ്യക്തവും സത്യമായി ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ അസൂയ ഉണ്ടാവുകയാണ്. അവിടെ സൗഖ്യങ്ങളും മാനസാന്തരങ്ങളും സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭവന ചില വ്യക്തികളിൽ അസൂയ ഉണ്ടാവുകയാണ്. ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പൗലോസ് അന്നും പ്രഘോഷിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റമൊന്നുമില്ല. അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇന്നും ഇങ്ങനെ സംഭവിക്കുന്നത്. വ്യക്തമായിട്ടും സത്യമായിട്ടും ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ അവിടെ വലിയ മാനസാന്തരങ്ങൾ സൗഖ്യം ഉണ്ടാവും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭവം എന്നാ? അസൂയ കൊണ്ട് പൗലോസ് പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുകയും അവനെ ദുഷിക്കുകയും ചെയ്തു. ആ വ്യക്തിയെക്കുറിച്ച് ദുഷിച്ച് പറയാൻ തുടങ്ങും. അവൻ പറഞ്ഞ കാര്യങ്ങളെ തർക്കിച്ച് പരാജയപ്പെടുത്താൻ സാധിക്കും, പരാജയപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷെ അവിടെ ശ്രമം പരാജയപ്പെടുവോ? അവരുടെ ശ്രമം പരാജയപ്പെടുകയാണ്. ദൈവവചനമാണ്, അല്ലെ ദൈവിക ശക്തിയാണ് അവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. ആ വ്യക്തിയുടെ ഇഷ്ടമല്ല, ആ വ്യക്തി നിന്നുകൊടുക്കുക. പീഡിപ്പിക്കുന്ന ആ നാളുകളെ ഓർത്ത് അനുദപിച്ച് തമ്പുരാന് തന്റെ ശരീരം, യേശുവിന് തന്റെ ശരീരത്തെ വിട്ടുകൊടുത്തപ്പോൾ യേശു ആ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട് വചനം പ്രഘോഷിക്കുക. പിതാവ് പറഞ്ഞ കാര്യങ്ങള് വ്യക്തവും സത്യവുമായി ആ പൗലോസ് അപ്പസ്തോലന്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് യേശു ജീവിക്കുകയാ, ഇന്നും ജീവിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസും ബർണ്ണബാസും ധൈര്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു, ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അത് തള്ളിക്കളയുന്നത് കൊണ്ടും നിത്യജീവന് നിങ്ങളെ തന്നെ അയോഗ്യരാക്കി തീർത്തിരിക്കുന്നത് കൊണ്ടും ഇതാ ഞങ്ങൾ വിജാതിയുടെ അടുക്കിലേക്ക് തിരിയുന്നു. ദൈവവചനം, സത്യവചനം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ട് നിങ്ങളത് സ്വീകരിക്കുന്നില്ല. നിങ്ങൾ അതിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ദൈവവചനത്തെ വളച്ചൊടിക്കുമ്പോൾ ഞങ്ങളിതാ വിജാതിയുടെ അടുക്കിലേക്ക് തിരിയുന്നു. അവരെങ്ങോട്ട് പോകും? വചനം പറയാനായിട്ട് വിജാതിയുടെ ഇടയിൽ ദൈവവചനം പ്രഘോഷിക്കുവാൻ വേണ്ടിയിട്ട് അവർ തന്റെ സ്വന്തം ജനത്തോട് പറഞ്ഞപ്പോൾ അവർ ആ വചനം സ്വീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ കേൾക്കുന്ന വചനങ്ങള് നമ്മുടെ ഹൃദയം നമ്മൾ കേട്ട് അതനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കടന്നു വരും. വന്ന് കൗൺസിലിംഗ് ഒക്കെ വരും. കേട്ടിട്ട് പോയിട്ട് പിന്നെ ആ ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടത്തില്ല. ശ്രദ്ധാപൂർവം കേട്ട് ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ആ ശരീരത്തിലോ ജീവിതത്തിലോ വെളിപ്പെടുകയാണ്. ഈശോ ആഗ്രഹിക്കുന്നത്, എനിക്ക് ദാഹിക്കുന്നു. കുരിശി കിടന്നുകൊണ്ട് ഈശോ കരഞ്ഞു നിലവിളിക്കുക, എനിക്ക് ദാഹിക്കുക. ഈ മകന്റെ ഈ മകളുടെ ഒക്കെ ശരീരത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ ഓരോരുത്തരുടെ ശരീരത്തിൽ യേശുവിന് വസിക്കുവാൻ തക്ക വിധത്തിൽ പാപത്തെ ഉപേക്ഷിച്ച് ശരീരത്തെ ദൈവാത്മാവിന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവാത്മാവിന് പ്രവർത്തിക്കുവാൻ തക്കവിധം ശരീരത്തെ വിട്ടുകൊടുത്താൽ ഓരോ ശരീരത്തിലും ദൈവാത്മാവ്, ദൈവശക്തി, ദൈവസാന്നിധ്യം യേശു പ്രവർത്തിക്കാൻ തുടങ്ങും.
അപ്പൊ എന്ത് സംഭവിക്കുന്നേ? ഭൂമുഖത്ത് അന്ധകാരം നീങ്ങിപ്പോകുക. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു ഓരോ ശരീരങ്ങളിലും വെളിപ്പെടുമ്പോൾ ഭൂമുഖത്തിൽ നിന്ന് അന്ധകാര ശക്തികള് വിട്ടൊഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് പുത്രനായ യേശു കുരിശിൽ കിടന്നുകൊണ്ട് ഈ ജനത്തെ മുഴുവൻ നോക്കിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ, കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, പിതാവേ എനിക്ക് ദാഹിക്കുന്നു. ഓരോ ശരീരത്തിലും പ്രവർത്തിക്കുമ്പോൾ ഈ മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചതിന് കർത്താവ് എന്തിനു വേണ്ടിയാ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്തിനു വേണ്ടിയിട്ടാ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്ന, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന്റെ മീതെ അന്ധകാരം വ്യാപിച്ചു. വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചു. ഈ അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, ഈ അന്ധകാര ശക്തിയെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടി ദൈവം പൂഴികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അതിന്റെ മേൽ വിശ്വസിച്ചപ്പോൾ അവൻ ജീവനുള്ളവനായി തീരുകയാ. ഈ ജീവനുള്ള ദൈവം ദൈവപ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് പർദീസയിലോ ജീവിച്ചപ്പോൾ ഈ അന്ധകാരം നീങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, അന്ധകാര ശക്തികൾ പറഞ്ഞുകൊടുത്ത അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ അവർ ചെയ്തപ്പോൾ ജീവന്റെ അഭിഷേകം അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ജീവിതങ്ങൾ അന്ധകാരപൂർണമായി തീരുകയാ. ദൈവത്തിന്റെ പദ്ധതി എന്താ? തന്റെ ഏകജാതനെ തന്നെ ഭൂമിയിലേക്ക് നൽകിക്കൊണ്ട് പാപത്തിന്റെ അവസ്ഥകളെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ തന്റെ ശരീരവും രക്തവും പ്രദാനം ചെയ്തുകൊണ്ട്, തന്റെ ശരീരത്താലും രക്തത്താലും ദൈവജനത്തെ വീണ്ടെടുത്തുകൊണ്ട് പുത്രനായ യേശു തന്റെ ആത്മാവായ പരിശുദ്ധാത്മാവില് ഓരോ മക്കളെ നിറഞ്ഞുകൊണ്ട് ദൈവവചനമായി ജീവിക്കുവാൻ അവിടുന്ന് കൃപ നൽകിയിരിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരം ഉയർത്തി സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? നിത്യജീവന് നിങ്ങളെ തന്നെ അയോഗ്യരാക്കി തീർത്തിരിക്കുന്നത് കൊണ്ടും ഇതാ ഞങ്ങൾ വിജാതിയുടെ അടുക്കിലേക്ക് തിരിയുന്നു. നിത്യജീവന് നിങ്ങളെ തന്നെ അയോഗ്യരാക്കി തീർത്തിരിക്കുന്നത് കൊണ്ട്. ഈ നിത്യജീവൻ അനുഭവിക്കുവാൻ തടസ്സമായിരിക്കുന്നത് എന്തുകൊണ്ട്? പാപത്തിന്റെ അവസ്ഥ. നിങ്ങൾ അയോഗ്യരായിട്ട് ഈ വചനം അനുസരിക്കുന്നില്ല, കേൾക്കുന്നതൊന്നും നിങ്ങൾ അനുസരിക്കുന്നില്ല. അതുകൊണ്ട് നിത്യജീവൻ അനുഭവിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാകുന്നില്ലാത്തത് കൊണ്ട് ഞങ്ങളിതാ വിജാതിയരിലേക്ക് തിരിയുകയാണ്. അവരോട് സുവിശേഷം പ്രസംഗിച്ചാൽ ആ സദ്വാർത്ത അവർ കേട്ട് അനുഭവിച്ച് യേശുവിനെ അനുഭവിക്കുമെന്ന് തിരുവചനത്തിലൂടെ അവിടെ നമ്മെ പഠിപ്പിക്കുക. കാരണം കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷ വ്യാപിപ്പിക്കുന്നതിന് വിജാതിയർക്ക് ഒരു ദീപമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. വിജാതിയർ അന്ധകാരത്തിൽ വസിക്കുന്ന മക്കളിലേക്ക് പ്രകാശം കൊടുക്കുവാൻ ദീപമായിട്ട്, ദീപസ്തംഭമായിട്ട് ദൈവമായ കർത്താവ് നിന്നെ ഉയർത്തിയിരിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. യേശു പറയുന്നു, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി നമ്മൾ ഓരോരുത്തരും അപ്രകാരമായി തീരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുക. പൗലോസായി നാം രൂപപ്പെടണമെന്ന് സ്വർഗം ആഗ്രഹിക്കുക. ആ വലിയ ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതിയർ സന്തോഷഭരിതരായി കർത്താവിന്റെ വചനത്തെ പ്രകീർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, വിജാതിയരായ മക്കളോട് പൗലോസ് ശ്ലീഹ ഈ യഹൂദരോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ആത്മാവിൽ നിറഞ്ഞ് ഈ വചനത്തെ അവർ സ്വീകരിച്ചു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. ഈ ക്രിസ്ത്യാനിയോടൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യം, ഇത് എത്ര കേട്ടതാ, ഇതെത്ര കണ്ടതാ, ഇതെന്തുമാത്രം കേട്ടുകൊണ്ടിരിക്കുന്നതാ, ഇത് വലിയ കാര്യമൊന്നും ഇല്ല. അറിയാത്ത വിജാതിയുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പൗലോസ് ശ്ലീഹ യേശുവിനെ കുറിച്ച് പ്രഘോഷിച്ചപ്പോൾ അവർ ശ്രദ്ധാപൂർവം ആ പറഞ്ഞ കാര്യങ്ങള് കേട്ട് അനുസരിച്ചപ്പോൾ ദൈവത്തിന്റെ മഹത്വം അവരിൽ വെളിപ്പെടാൻ തുടങ്ങിയെന്നാണ് തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? വിജാതിയരിലേക്ക് കർത്താവിന്റെ അഭിഷേകം കടന്നില്ലാൻ വേണ്ടിയിട്ടാ. അക്രൈസ്തവരായ മക്കളുടെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു വൈദികൻ കയറി ചെന്നപ്പോൾ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ കുറെ പേര് വന്ന്, കുറെ വിജാതീയ മക്കളും പ്രാർത്ഥിക്കാൻ നമുക്ക് എന്ന് പറഞ്ഞ, ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കും സമയത്ത്. അപ്പോ കുറെ നല്ല മക്കള്, വിശ്വാസമുള്ള കുറച്ച് മക്കൾ കടന്നു വന്നു. അക്കൂട്ടത്തിൽ കുറെ അക്രൈസ്തവരായ മക്കളും അച്ഛന് പ്രാർത്ഥന മേടിക്കാൻ കടന്നു. പ്രിയപ്പെട്ടവരെ, അതിനുള്ളില് മാമോദീസ മുങ്ങി കർത്താവിനെ സ്വീകരിച്ച് രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു സഹോദരി അതിനകത്ത് എതിർ സാക്ഷിയായിട്ട് കുത്തിയിരിക്കുക.
പ്രിയ ദൈവജനമേ, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ കിട്ടുന്ന അവസരങ്ങള്, വിജാതിയുടെ മുമ്പില് യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ കിട്ടുന്ന അവസരങ്ങള് നഷ്ടപ്പെടുത്തിയാല് സ്വർഗീയ തിരുസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന നിമിഷങ്ങളില് അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അങ്ങനെ ഒരു അവസ്ഥ നമ്മളിലേക്ക് കടന്നു വരാതിരിക്കുവാൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ ആ വ്യക്തിയോട് നമുക്ക് എന്ത് തോന്നുന്നേ? അച്ഛന് എന്ത് തോന്നും? അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്ത് അവജ്ഞ തോന്നുക? അഭിഷേകം വ്യാപരിക്കപ്പെടാൻ വേണ്ടി കർത്താവ് എന്തറിയുമ്പോൾ തന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തിയ സമയത്ത്, ഞാനിത് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു, സോറിയാസിസ് ബാധിച്ച ഒരു സഹോദരന്റെ ശരീരത്തിൽ നിന്ന് ആ രോഗാരൂപി വിട്ടുമാറി. തന്റെ മഹത്വം വിജാതിയർക്ക് വെളിപ്പെടുത്തി ക്രിസ്ത്യാനി ആയതുള്ളൂ. 12 വർഷം കൊണ്ടായിട്ടുള്ള ക്രിസ്ത്യാനിയായിട്ട് ജന്മനാ ജനിച്ചപ്പോ മാമോദിസമുള്ള മുങ്ങിയ വീണ് ക്രിസ്ത്യാനിയായ ഈ സഹോദരി പ്രാർത്ഥിക്കാനായിട്ട് കടന്നു ചെന്നില്ല. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ സുവിശേഷം എങ്ങോട്ട് തിരിഞ്ഞു? ഈ സദ്വാർത്ത വിജാതിയരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് പ്രിയപ്പെട്ടവരെ, അവിടെ ആ റൂമില് ആ സ്ഥലത്ത് അനേകം വിജാതിയര് അവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ആ മഹത്വം അവർക്ക് വെളിപ്പെട്ടു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതിയർ സന്തോഷഭരിതരായ യേശുവിനെ കുറിച്ച് പ്രഘോഷിച്ചപ്പോൾ, ആത്മാവ് അവരിലേക്ക് വ്യാപരിച്ചപ്പോൾ അവർ ആത്മാവിൽ നിറഞ്ഞ് അവർ സന്തോഷഭരിതരായി എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർക്കെന്തുണ്ടായേ? സന്തോഷം ഉണ്ടാവുകയാ. എങ്ങനെയുള്ള സന്തോഷ? ദൈവാത്മാവിൽ നിറഞ്ഞുള്ള ആ ദൈവിക സന്തോഷം അവരിൽ വെളിപ്പെടാൻ തുടങ്ങി. പൗലോസ്ലീഹ ദൈവ യേശുവിനെ കുറിച്ച് വിജാതിയരോട് പ്രഘോഷിച്ചപ്പോൾ അവർ ശ്രദ്ധാപൂർവ്വം അത് സ്വീകരിച്ചപ്പോൾ അവരിൽ ആത്മീയ സന്തോഷം ഉളവായി എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഒത്തിരി കേട്ടിട്ടില്ല. നമ്മൾ എന്തിനാ കർത്താവിന്റെ ആലയത്തിലേക്ക് കടന്നു വരുന്നത്? യേശുവിനെ ആഗ്രഹിച്ചെന്ന് മക്കള്. ഈ അഭിഷേകം ആഗ്രഹിച്ചേ. അവൻ ആ കുരിശിൽ കടന്നുകൊണ്ട് അല്ലെങ്കിൽ സ്വർഗീയ പിതാവിന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് ഇന്നും പ്രാർത്ഥിക്കുന്ന, അല്ലെ പരിശുദ്ധ കുർബാനയിലായിരുന്നുകൊണ്ട് അവിടെ നിന്നും ആഗ്രഹിക്കുന്നത്, എനിക്ക് ദാഹിക്കുക, ആ മകന്റെയും മകളുടെയും ശരീരത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുക, എനിക്ക് ദാഹിക്കുന്നു. പ്രിയപ്പെട്ട ഈശോ ഇന്നും പരിശുദ്ധ കുർബാനയുടെ സമയത്ത് എത്രയേറെ മക്കളെ നോക്കി ദാഹിക്കുന്നു എന്ന് അവിടെ നിന്നും അരുളി ചെയ്യുകയാ. എനിക്ക് ദാഹിക്കുന്നു, ആ മകന്റെയും ആ മകളുടെയും ശരീരത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ മടങ്ങിപ്പോകുമ്പോൾ യേശു കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഓരോരുത്തരും ഓർക്കുക. മക്കളെ, എനിക്ക് ദാഹിക്കുന്നു. അവൻ ബലിയായി തീരുകയാ. ഈ പരിശുദ്ധമായ ബലിപീഠത്തില് യേശു എനിക്ക് വേണ്ടി ബലിയായി തീർന്നുകൊണ്ട് രക്ഷ നേടിത്തുന്നുകൊണ്ട് അവൻ രക്ഷകനായി രക്ഷിക്കുവാൻ വേണ്ടി എന്റെ ശരീരത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന തമ്പുരാൻ എവിടെയായിരിക്കുക? ആ കുസ്തുതിയില് അവിടെ ആയിരിക്കുക യേശു. ചിന്തിച്ചു നോക്കിയേ. വിജാതിയര് പറയുന്നത് കേട്ടപ്പോ അവരുടെ ഉള്ളില് ആത്മീയമായ സന്തോഷം ഉണ്ടായി. കേക്കണ്ട, ഈ അനുഗ്രഹം ഒന്ന് കിട്ടിയാ മതി, ഈ ജോലി ഒന്ന് കിട്ടിയാ മതി. നമ്മൾ നേർച്ച കാഴ്ചയൊക്കെ നടത്തി ജോലിയൊക്കെ മേടിച്ചെടുക്കും. നമ്മൾ അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ ഈ ജോലിക്ക് കിട്ടി, ഈ ജോലിയിലൂടെ കിട്ടിയ സമ്പത്തൊന്നും നമ്മളിൽ നിലനിൽക്കത്തില്ല. എപ്പോ നമ്മളിലോ അഭിഷേകം ചോർന്നു പോകുന്നുണ്ടോ, എപ്പോ ആത്മീയ ചൈതന്യം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ, ആ സമയത്ത് പ്രിയ ദൈവജനമേ, ദൈവാനുഗ്രഹം നമ്മുടെ സാമ്പത്തിക മേഖലയിലും ഒക്കെ നഷ്ടപ്പെടുക. ആ വലിയ തിരിച്ചറിഞ്ഞ് നാം എന്തുമാത്രം ആത്മീയമായിട്ട് വളരുന്നുണ്ടോ അത്രമാത്രം സുരക്ഷിതത്വം ഭൂമിയിൽ നമുക്ക് ലഭിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നുണ്ട്, ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങള് അവ ഭൂമിയിൽ പാലിക്കുമ്പോൾ ഭൂമിയിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ദൈവം പറഞ്ഞ വചനങ്ങള് ഭൂമിയിൽ നാം അനുസരിക്കുമ്പോൾ, അല്ലെങ്കിൽ കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഭൂമിയിൽ ഞാനും നിങ്ങളും സുരക്ഷിതരായിരിക്കുമെന്ന് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവചനം നമ്മെ പഠിപ്പിക്കും. ഭൂമി സുരക്ഷിതം കിട്ടണം, എന്ത് ചെയ്യണം? ദൈവവചനം അനുസരിച്ച് അത് പാലിച്ച് ജീവിക്കണം. കേൾക്കുക, വചനം കേൾക്കുമ്പോൾ ഇവർക്ക് ദാഹം ഉണ്ടാവുകയാണ്. വിജാതിയർക്ക് പൗലോസ്ലീഹ പറയുമ്പോൾ ദാഹം ഉണ്ടായി. ആ ദാഹത്തിലൂടെ ദൈവ സ്നേഹം അവർ വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഹൃദയത്തിൽ ദൈവിക സന്തോഷം ഉണ്ടായി എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഈ വാക്കുകളുടെ വിജാതിയർ സന്തോഷഭരിതരായി കർത്താവിന്റെ വചനത്തെ പ്രകീർത്തിച്ചു. നിത്യജീവന് നിയോഗം വെച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. നിത്യജീവന് വേണ്ടി ഹൃദയത്തിൽ നിയോഗം വെച്ചവരെല്ലാം ഈ നിത്യജീവൻ അനുഭവിച്ചു.
നിത്യജീവൻ പരിശുദ്ധ കുർബാനയാ. ഈ പരിശുദ്ധ കുർബാന ഒന്ന് അനുഭവിക്കുവാൻ നിയോഗം വെച്ച് കർത്താവിന്റെ ആലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോ മകനും മകളും ദൈവികമായ ആനന്ദം, ദൈവികമായ സമാധാനം അനുഭവിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പള്ളിയിലോട്ട് നിയോഗമായിട്ട് വരുന്നത് എന്തുകൊണ്ടാ? എന്താ ഉണ്ടെന്ന് ഭൗമികമായ ഭൂമിയിൽ ലഭിക്കപ്പെടേണ്ട അനുഗ്രഹങ്ങൾ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ ആഴത്തിലേക്ക് വരുമ്പോ ഈ സ്നേഹം നമ്മളിൽ വെളിപ്പെടുന്നില്ല. ഇന്ന് കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനം ഇല്ലല്ലോ. കാരണം എന്താ? നമ്മുടെ നിയോഗം മറ്റൊന്നാ. നിത്യജീവന് നിയോഗം വെച്ച് കടന്നു വന്ന വിജാതീയരായ മക്കളില് ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെട്ടു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തി. കർണക്കൊന്ത ഒത്തിരി ചൊല്ലിക്കൂട്ടും. നിയോഗം മറ്റൊന്നാ. പ്രിയപ്പെട്ടവരെ, കർണക്കൊന്ത ചൊല്ലിക്കൂട്ടുമ്പോൾ ഭൂമിയിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയ ഈ കരുണയുടെ ജപമാല സമർപ്പിക്കുന്നതെങ്കിലോ പ്രിയപ്പെട്ടവരെ, വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയുന്നു. നിത്യജീവനുള്ള നിയോഗമാണ് നിനക്കുള്ളതെങ്കിലോ ആ നിത്യജീവന്റെ അഭിഷേകം നിന്നിൽ വ്യാപരിക്കപ്പെടുമെന്ന് പൗലോസ്ലീഹായിലൂടെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാ. നമ്മുടെ നിയോഗം മറ്റൊന്നല്ലേ? എങ്ങനെയാ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവൻ നിലനിൽക്കുന്നത്? എങ്ങനെയാ? ചിന്തിച്ചു നോക്കിയേ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം. ഇവിടെ വരുന്ന എന്തിനു വേണ്ടിയാ? ഒന്ന് ചിന്തിച്ചു നോക്കി അറിയാം. നമുക്ക് ഈ ലോകത്തിൻ്റെതായ സൗഭാഗ്യത്തിനാണോ? നിത്യജീവൻ നിന്റെ പ്രവൃത്തികളില്, നിന്റെ ജീവിതത്തില്, നിന്റെ ജീവനില് ദൈവസാന്നിധ്യം നിലനിൽക്കുവാൻ വേണ്ടി ആ ദൈവസാന്നിധ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണോ നീ കർത്താവിന്റെ ആലയത്തിലേക്ക് കടന്നു വരുന്നത്? അതോ ലോകത്തിൻ്റെതായ മോഹങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയാണോ? ഇവിടെ വചനം വ്യക്തമായിട്ട് അവിടെ പറയുക, നിത്യജീവന് നിയോഗം വെച്ചവരെല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു, അവനിൽ വിശ്വസിച്ചു. നിത്യജീവന് നിയോഗം വെച്ചവരെല്ലാം അവനിൽ പരിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ചു. അത്ര ക്ലിയർ ആയിട്ടാ അപ്പസ്തോല പ്രവർത്തനങ്ങള് നമുക്ക് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര ക്ലിയർ ആയിട്ടാ. നിയോഗം മറ്റൊന്നാ. നിയോഗം വെക്കേണ്ടെന്നാ? നിത്യജീവൻ. അപ്പൊ കൃപ നമ്മളില് വെളിപ്പെടും, അഭിഷേകം വെളിപ്പെടും, ദൈവം വെളിപ്പെടും, ആത്മാവ് വെളിപ്പെടും. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നേ? നമുക്ക് ലഭിക്കപ്പെടാനുള്ള, ഭൂമിയിൽ അനുഭവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവമായ കർത്താവ് നമുക്ക് നേടിത്തന്നിരിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യജീവന നിയോഗം വെച്ചവരെല്ലാവരും അവനിൽ വിശ്വസിക്കുകയും ചെയ്തു. കർത്താവിന്റെ വചനം ആ നാട്ടിലെല്ലാം വ്യാപിച്ചു. ആരിലൂടെ വ്യാപിച്ച്? വിജാതിയിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ലോകത്തിലേക്ക് അല്ലെങ്കിൽ ആ നാട്ടിലേക്കെല്ലാം വ്യാപിച്ചു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ പരിശുദ്ധ കുർബാനയെ കുറിച്ച് ആര് പറയാൻ തുടങ്ങി? വിജാതിയരും സംസാരിക്കാൻ തുടങ്ങി. ആരെന്ന യഹൂദരിൽ നിന്ന് സുവിശേഷം എങ്ങോട്ട് പോയി? വിജാതിയരിലേക്ക് കടന്നുപോയപ്പോ അവര് ശ്രദ്ധാപൂർവ്വം അത് കേട്ട് അതനുസരിച്ച് അത് ലഭിക്കപ്പെടാൻ വേണ്ടി നിയോഗം വെച്ച് ഈ കർത്താവിന്റെ ആലയത്തിലോ ശുശ്രൂഷയിലോ പങ്കുചേർന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, അവരിലൂടെ യേശുവിന്റെ ആ വലിയ സാന്നിധ്യത്തെക്കുറിച്ച്, അഭിഷേകത്തെക്കുറിച്ച്, ദിവ്യകാരുടെ സ്നേഹത്തെക്കുറിച്ച് ആ നാട്ടിലെങ്ങും അറിയപ്പെടാൻ തുടങ്ങി. പരിശുദ്ധ കുർബാനയിലേക്ക് മക്കൾ, വിജാതിയരായിട്ടുള്ള മക്കൾ പോലും കടന്നു വന്ന് അവർ സ്നാനം സ്വീകരിച്ച് യേശുവിനെ സ്വന്തമാക്കാൻ തുടങ്ങി. ഇന്നെങ്ങനെ നമ്മളെ കണ്ട എങ്ങനെ വലിയൊരു മാനസാന്തരപ്പെടുവോ? ആരെങ്കിലും ദൈവരാജ്യത്തിലേക്ക് വരുവോ? സാധ്യതയുണ്ടോ? നമ്മുടെ എടുപ്പും നടപ്പും പെരുമാറ്റം ഒക്കെ കാണുമ്പോൾ ആരെങ്കിലും ദൈവരാജ്യത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? ചിന്തിച്ചു നോക്കുക. വിജാതിയര് വചനം കേട്ടപ്പോ അവരിൽ വലിയ കാരുണ്യം വെളിപ്പെട്ടു. ആ കാരുണ്യം അനുഭവിക്കാൻ വേണ്ടി അവരത് നിയോഗം വെച്ചപ്പോ ആ കാരുണ്യം അവരില് സ്വന്തമായി. അവർ ചെന്ന് ഈ അനുഭവിച്ച ഈ ദൈവിക അനുഭവത്തെക്കുറിച്ച് മറ്റുള്ളവർ യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അനേകം ആയിരങ്ങള് കർത്താവിനെ അനുഭവിക്കാനായിട്ട് കടന്നു എന്നായി തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുന്നത്. എന്നാൽ യഹൂദന്മാർ ബഹുമാന്യരായ ഭക്തസ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനും ബർണ്ണബാസിനും എതിരായി പീഡനം ഇളക്കിവിട്ടു. ആരാന്നോർത്തണം? എന്നാൽ യഹൂദന്മാർ ബഹുമാന്യരായ ഭക്തസ്ത്രീകളെ. അങ്ങനെ ഒരു സാധനമുണ്ട്. ബഹുമാന്യരായ, എല്ലാവരും ബഹുമാനിക്കും. ഭക്തി പ്രകടിപ്പിക്കുന്നവരെ ഉള്ളിലൊന്നുമില്ല, പുറമേ മാത്രം ഭക്തി പ്രകടിപ്പിക്കുന്ന ഭക്തരായ യഹൂദ സ്ത്രീകള് എന്നുള്ള കാര്യമാണ്. പുറമേ ഉള്ളിൽ അനുഭവിച്ചെങ്കിൽ പൗലോസ്ലീഹ തിരുവചനം പ്രഘോഷിച്ചപ്പോൾ ഈ സത്യത്തെ സ്വീകരിക്കാൻ തയ്യാറായെങ്കിൽ ദൈവത്തിന്റെ കാരുണ്യം ആ സഹോദരിയില് വെളിപ്പെട്ടേനെ.
ഭക്തസ്ത്രീകള് ഇന്നുള്ള കാര്യ പുറമേ മാത്രമേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല. ഇവരെ ഇളക്കി വിട്ടാല് എന്ത് സംഭവിക്കും? നന്മയെ കെടുത്തിക്കളയാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു പരിത്രാണ ധ്യാന കേന്ദ്രത്തില് പറയാൻ ധൈര്യമാ. പരിത്രാണ ധ്യാന കേന്ദ്രത്തില് ധ്യാനം നടക്കുന്ന സമയം, നന്നായിട്ട് അഭിഷേകം നടക്കുന്ന സമയം ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ, അവിടെ ഒരു പദ്ധതി ഉണ്ടായി. എങ്ങനെയുള്ള സ്ത്രീകളാ? ഭക്തരായ സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. ആ സ്ത്രീകൾക്ക് ഈ അച്ഛനോട് താല്പര്യമില്ല. കാരണം സത്യത്തെ പ്രഘോഷിക്കുക, സത്യവചനത്തെ സത്യാത്മാവിൽ നിറഞ്ഞ് വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് പ്രഘോഷിക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നേ? അവിടെ വലിയ മാനസാന്തരം അവിടെ സംഭവിക്കും. ഇവിടെ എന്താ സംഭവിച്ചറിയോ? ഈ ഭക്ത സ്ത്രീകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഈ അച്ഛനെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം. അങ്ങനെ പദ്ധതിയിട്ട് ഒരു സ്ത്രീയെ, അതിനുവേണ്ടി ഭക്തസ്ത്രീയെ തെരഞ്ഞെടുത്തു. എന്നിട്ട് ഈ സ്ത്രീയിലോട് പറഞ്ഞു, നീ പറയണം നിന്നെ അച്ഛൻ പീഡിപ്പിച്ചെന്ന്. ഓർത്തോണം, ഈ പാപ ഹൃദയത്തിൽ സ്വീകരിച്ചു വെച്ചിരിക്കുന്ന ഈ സഹോദരി, അല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഈ സഹോദരി എന്ത് ചെയ്യുന്നറിയുമോ? ഈ അച്ഛന് തന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിന്നീട് ജീവിതത്തില് വലിയ പരാജയങ്ങൾ ഈ സ്ത്രീക്ക് സംഭവിക്കും. അച്ഛൻ ഇവിടുന്ന് പോയി പോകേണ്ട ഗതികേട് വരിക. ഈ സ്ത്രീ വ്യക്തമായിട്ട് പറഞ്ഞാല് അച്ഛന് നിലനിൽക്കാൻ പറ്റുമോ? വചനം അവിടെ നിന്ന് പിൻവലിക്കപ്പെട്ട്. പ്രിയപ്പെട്ടവരെ, വചനം എടുത്തോണ്ട് പോയി. തമ്പുരാൻ ആവശ്യമുള്ളിടത്തോട്ട് ആ അച്ഛനെ കൊണ്ടുപോവുക. പിന്നീട് സംഭവിച്ചത്, ഈ സ്ത്രീയുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവുകയാണ്. ആ സ്ത്രീ എന്റെ അടുത്ത് കൗൺസിലിംഗിൽ വരുമ്പോൾ ഒരച്ഛന്റെ കണ്ണുനീര് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ ചോദിച്ചു, ഒരച്ഛനോട് എത്ര മോശമായിട്ട് പെരുമാറിയിട്ട് എന്താ കാണിക്കുന്നത് ചോദിച്ചപ്പോ ഈ സഹോദരി ഈ സത്യത്തെ വെളിപ്പെടുത്തി. അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. മറ്റൊരു പറഞ്ഞുകൊണ്ട് ഈ അച്ഛൻ ഇവിടുന്ന് വരച്ചുകളാണ് ഞങ്ങളുടെ ആവശ്യമായോണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അച്ഛനെ പുറത്താക്കാൻ വേണ്ടി ഈ സഹോദരിയെ കരുവാക്കി. ആ സഹോദരിയുടെ ജീവിതം നാശപൂർണമായി മാറി. പിന്നീട് അന്ന് സംഭവിച്ച പൗലോസ് അപ്പസ്തോലനെ ആ ദേശത്തു നിന്ന് പുറത്താക്കുവാൻ യഹൂദരോട് ചേർന്നത് സ്ത്രീകളാ. എങ്ങനെയുള്ള സ്ത്രീകളാ? ജനങ്ങൾ ബഹുമാനിക്കുന്ന ഭക്തസ്ത്രീകളെ കുറിച്ച് അവിടെ പറയുകയാ. ഈ ഭക്തസ്ത്രീകളുടെ പ്രത്യേകത എന്താ? ജനങ്ങൾ ബഹുമാനിക്കും. കാരണം പുറമെ ഭയങ്കര ഭക്തിയാ, ഉള്ളില് കറപുരണ്ട ജീവിതമാണെന്ന്, വിശ്വാസമില്ലാത്ത ജീവിതമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എങ്ങനെ? ആത്മാവിൽ ഇത് വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. പൗലോസിനെ പുറത്താക്കണം. നന്മ പറഞ്ഞ് വിജാതിയർക്ക് ഒരു ലക്ഷ്യം നേടിക്കൊടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന പൗലോസ് അപ്പോസ്തലനെ ആ ദേശത്തു നിന്ന് പുറത്താക്കുവാൻ ഇവർ തീരുമാനം എടുക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? വചനം നമുക്ക് ശ്രദ്ധിക്കുക. എന്നാൽ യഹൂദന്മാർ ബഹുമാന്യരായ ഭക്തസ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനും ബർന്നബാസിനും എതിരായി പീഡനം ഇളക്കിവിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ പാദങ്ങളിലെ പൊടി അവർക്കെതിരായി തട്ടിക്കളഞ്ഞിട്ട് എക്കോണത്തിലേക്ക് പോയി. എന്നാ ചെയ്യുന്നേ? ആ പുരോഹിതൻ എന്തായിരിക്കും ചെയ്തേ? അവർക്കെതിരായിട്ട് ആ പാദത്തിലെ പൊടി അവിടെ തട്ടിയിട്ടിട്ട് എങ്ങോട്ട് പോവുക? ആ മണ്ണ് ആ വ്യക്തിക്ക് ആ ദേശം എതിരായി തീരും. പണിയാ, ഉറപ്പാ. ദൈവം നിയോഗിച്ചിരിക്കുന്ന പ്രവാചകന്മാർക്കും ദൈവത്തിന്റെ പുരോഹിതന്മാർക്കും എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ അവര് പോകും അവിടുന്ന്. പക്ഷേ നിനക്കെതിരായിട്ട് ഒരു സംഭവമുണ്ട്. ആ പൊടിമണ്ണ് അവിടെ തട്ടിയിടുമ്പോൾ ആ ഭൂമി പോലും നിനക്ക് എതിരായി തീരുമെന്നാണ് തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരച്ഛനെ വേദനിപ്പിക്കുമ്പോൾ അച്ഛൻ വെറുങ്കയോടെ പോകുമായിരിക്കും. പക്ഷേ ആ മണ്ണ്, നീ നിൽക്കുന്ന ഭൂമി നിനക്കെതിരാകുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശിഷ്യന്മാർ ആനന്ദത്തില് ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവര് അങ്ങോട്ട് മടങ്ങി മറ്റു സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുക. പിന്നീട് സംഭവിച്ച പൗലോസ് മറ്റൊരു സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവിടെ കാലുവയ്യാത്ത, കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു. ജന്മന മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നാ സംഭവിച്ചേ? ശ്രദ്ധാപൂർവം അവൻ പൗലോസ് പറയുന്ന കാര്യങ്ങൾ കേട്ട് പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കുവാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റു.
പ്രിയപ്പെട്ട വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ആ വചനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് സൗഖ്യം പ്രാപിക്കപ്പെടുന്നത്. ഇവിടെ സൗഖ്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ആ വചനത്തിൽ വിശ്വസിച്ച് ദിവ്യകാരണത്തെ സ്നേഹിക്കുമ്പോൾ വിശ്വസിക്കുമ്പോഴാണ് മഹത്വം ശരീരത്തില്, പ്രവൃത്തിയില്, കുടുംബത്തില്, ദേശത്ത് ഒക്കെ വെളിപ്പെടുന്നതെന്ന് തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് എഴുന്നേൽക്കാൻ പൂർണ്ണമായിട്ടും നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കാഴ്ചയെ കൊണ്ടുവരുന്ന സമ്പത്തിനെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ സാമ്പത്തിക മേഖല മുഴുവൻ സമർപ്പിക്കുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുക. ഒന്നുമാത്രം ആഗ്രഹിക്കുക, ദിവ്യകാരുണ്യത്തെ, യേശുവിന്റെ ആ വലിയ സ്നേഹത്തെ സ്വന്തമാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ നിയോഗത്തെ എല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുക. അവിടുത്തെ വചനം നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതാണെന്ന് ഹെബ്രായ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. അവിടുത്തെ വചനം ഹൃദയതലങ്ങളിലുള്ള ഹൃദയത്തിലുള്ള എല്ലാ നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതാണ്. കർത്താവ് എല്ലാം അറിയുന്നവനാണ്. പക്ഷെ നമ്മുടെ ഹൃദയം ദൈവത്തിന് വസിക്കുവാൻ വിട്ടുകൊടുത്താൽ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ നിയോഗങ്ങളെയും അവൻ തിരിച്ചറിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് അവിടുന്ന് പിതാവിൽ നിന്ന് നേടിത്തരുന്നു. ഹൃദയത്തോട് ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ശരീരത്തെ നമുക്ക് തമ്പുരാന് വിട്ടുകൊടുക്കാം. ഈശോയ്ക്ക് വസിക്കുവാൻ, ദിവ്യകാരുണ്യനാഥന് വസിക്കുവാൻ തക്കവിധം നമ്മുടെ ശരീരങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് വിട്ടുകൊടുക്കാം. പൗലോസ് അപ്പോസ്തലന്റെ ശരീരത്തില് ദൈവാത്മാവ് വെളിപ്പെട്ടതുപോലെ, 12 ശ്ലീഹന്മാരുടെ ശരീരത്തില് ദൈവകാരുണ്യം വെളിപ്പെട്ടതുപോലെ, ദൈവിക ശക്തി വെളിപ്പെട്ടതുപോലെ, കർത്താവേ അവിടത്തേക്ക് മാത്രമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുക. അങ്ങേക്ക് വസിക്കുവാൻ തക്ക വിധത്തിൽ ഞങ്ങളെ രൂപപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, വലിയ കാരുണ്യവും ആ സ്നേഹവും, ദിവ്യകാരുണ്യ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലും ജ്വലിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ ഹൃദയം പരിശുദ്ധ കുർബാന അപ്പം, യേശുവിന്റെ ഹൃദയമാ, അനന്തമായ സ്നേഹമാ. ആ പരിശുദ്ധ കുർബാന എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. വൈദ്യപരിശോധനയില്, ദിവ്യകാരണത്തില്, യേശുവിന്റെ ശരീരവുമായി രക്തമായിട്ട് രൂപപ്പെട്ട സ്ഥലങ്ങളില്, ഇറ്റലിയിലൊക്കെ അത് പരിശോധന നടത്തിയപ്പോൾ അത് ഹാർട്ടിലെ ഹൃദയഭാഗമാണെന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. പരിശോധനയില് ദൈവത്തിന്റെ സ്നേഹമാണ്, അവന്റെ ഹൃദയമാണ്, അവന്റെ ശരീരമാണ്, അവന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് ദിവ്യകാരുണ്യം. ആ കാരുണ്യം എന്റെ ഹൃദയത്തോട് സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന എന്റെ ഹൃദയത്തോട് ഒരു നിമിഷം ഒന്ന് ചേർത്ത് വെക്കാം. ഈശോയെ, എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് വിവേചിച്ചറിഞ്ഞ് എല്ലാ ആവശ്യങ്ങളെയും അനുനിമിഷം അവിടുന്ന് സാധിച്ചു തരുന്ന ആ കാരുണ്യത്തെ അനുഭവിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണേ എന്ന് ഓരോ മകനും മകളും ഈശോയോട് പ്രാർത്ഥിക്കുക. ഈശോയെ, കൃപ തരണേ, അഭിഷേകം ചെയ്യണേ. സാമ്പത്തിക മേഖലയെ മുഴുവൻ സമർപ്പിക്കുക. ഈ ആലത്തിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഈശോയെ, ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ മേഖലയെ സമർപ്പിക്കാം. ബിസിനസ് മേഖലയെ സമർപ്പിക്കാം, ജോലി മേഖലയെ സമർപ്പിക്കാം, സാമ്പത്തികമായ എല്ലാ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി അവിടെ എല്ലാം വെളിപ്പെടട്ടെ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ സമ്പത്തിനെ നമുക്ക് സമർപ്പിക്കാം. കരങ്ങളടിച്ച് പാടാം. ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം, ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം. പോരാടുവിൻ, നാം പോരാടുവിൻ,
ഇരുളിൻ കോട്ടകൾ തകർത്തു മുന്നേറിടാം. പോരാടുവിൻ, നാം പോരാടുവിൻ, ഇരുളിൻ കോട്ടകൾ തകർത്തു മുന്നേറിടാം. വിടുതൽ പ്രാപിക്കാം, വിരുദ് പ്രാപിക്കാം, ക്രിസ്തുവിൻ ജയക്കൊടി ഉയർത്തി വാട്ടിടാം. വിടുതൽ പ്രാപിക്കാം, വിരുദ് പ്രാപിക്കാം, ക്രിസ്തുവിൻ ജയക്കൊടി ഉയർത്തി വാട്ടിടാം. ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം, ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം. കരങ്ങൾ ഉയർത്തി പാടാം. ശത്രുവിൻ തല തകർക്കാൻ ശക്തിയുള്ളതാ, വചനമെന്ന വാളെടുത്തു പോരാടിടാം. ശത്രുവിൻ തല തകർക്കാൻ ശക്തിയുള്ളതാ, വചനമെന്ന വാളെടുത്തു പോരാടിടാം. വിശ്വാസ പരിചയേന്തി ശക്തരായി നാം പ്രാർത്ഥനയിൽ ജാഗരിച്ചു മുന്നേറിടാം. വിശ്വാസ പരിചയേന്തി ശക്തരായി നാം പ്രാർത്ഥനയിൽ ജാഗരിച്ചു മുന്നേറിടാം. ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം. ചേർന്ന് പാടാം. ജയം ജയം യേശുവിൻ നാമത്തിൽ ജയം, ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം.